إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റബ്ബിൻ്റെ ഭവനത്തിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പറ്റി കേൾക്കുന്നത്. നമ്മൾ ഉദ്ദേശം നന്നാക്കിയാൽ, നിയ്യത്ത് നന്നാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ വലിയ പ്രതിഫലം കിട്ടും. തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കേൾപ്പിക്കാം. മൻ ഗദാഇലൽ മസ്ജിദ് ഔ റാഹ, ഒരാൾ പള്ളിയിൽ പോവുകയാണ്, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ, ആ പോക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു ഖൈറ് പഠിക്കാനാണ്. അല്ലെങ്കിലോ യുഅല്ലിമഹു, ഒരു ഖൈറ് പഠിപ്പിക്കാനും. അപ്പോൾ രണ്ട് കാര്യം, ഒന്നുകിലെന്ത് പഠിക്കുക, പള്ളിയിൽ പോയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക. എന്നാൽ കാനലഹു അജ്രി ഹജ്ജിൻ താമൻ ഹജ്ജത്തുഹു, അവനൊരു ഹജ്ജിൻ്റെ കൂലി കിട്ടും, പൂർണ്ണമായ ഹജ്ജിൻ്റെ കൂലി ലഭിക്കും എന്നാണ്. നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വലിയ പ്രതിഫലമാണ്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ, ഇതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കയറുന്നില്ല. അതുകൊണ്ടാണ് നിയ്യത്ത് നന്നാക്കി വരിക. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ചെറിയ ചെറിയ കാര്യത്തിന് ഇത്ര വലിയ ഓഫറുകൾ നമ്മുടെ ദീനിൻ്റെ വല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിത്യം ചെയ്താൽ ഈ കൂലിയൊക്കെ എവിടെയാണ് എന്നൊന്നും വിചാരിക്കേണ്ട. സ്വർഗ്ഗലോകം വളരെ വിശാലമാണ്, ആകാശലോകങ്ങൾ എത്ര വിശാലമാണ്, അതുപോലെ വിശാലമാണ് സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നീയത്ത് നന്നാക്കി വരിക. അപ്പോൾ ഈ ഇരുത്തൊന്നും വെറുതെയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിങ്ങനെ ഒരു കൂലിയും കൂടി, ഇൽമിയായ കാര്യങ്ങൾ കേൾക്കൽ തന്നെ വലിയ കൂലിയാണ്. ഇസ്ലാമിൻ്റെ ഏത് വിഷയമാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായ കാര്യങ്ങളായിരിക്കും. ഇന്നിപ്പോൾ നമ്മളിവിടെ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുറേ അടയാളങ്ങൾ, അതിങ്ങനെ പറയാമെന്നല്ല, ആ അടയാളങ്ങളൊക്കെ അറിയുമ്പോഴും നമുക്ക് എന്തുണ്ട്, ജീവിതത്തിൽ നമ്മളന്ന് തിരിഞ്ഞു നോക്കാൻ പര്യാപ്തമായ കുറേ കാര്യം ഉണ്ടാവും. നമ്മളെ പറ്റിയൊരു പുനർവിചിന്തനം നടത്താൻ പറ്റിയ കുറേ വിഷയങ്ങൾ, അതൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുണ്ടാവും. നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നറിയാനും ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അതൊക്കെ അതിലുണ്ട്. അപ്പോൾ ഏത് വിഷയവും നമ്മൾ ഇഖ്ലാസോടു കൂടി കേൾക്കുക എന്നാണ് അതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത്. ഖിയാമത്തിൻ്റെ അടയാളമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ പാടെ പറയലൊന്നും ഇപ്പം നടക്കൂല, അത് നിങ്ങൾക്കും അറിയാം. ഞാനെന്ത് ചെയ്യും, ചിലതിലൂടെ അങ്ങനെ കടന്നു പോകും. ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ രണ്ട് വിഭാഗമായിട്ട് പറയാൻ പറ്റും. വലിയ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങൾ എന്നാണ്. അതിൽ വലിയ അടയാളങ്ങളുടെ പ്രത്യേകത, അത് അവസാന കാലത്താണ് വരിക. ഒക്കെ ഒരു പ്രാവശ്യം ആണ് വരിക. പിന്നെ അത് കഴിഞ്ഞാൽ ഖിയാമത്ത് സംഭവിക്കുകയാണ് ചെയ്യുക. ചെറിയ അടയാളങ്ങൾ
ഖിയാമത്തിൻ്റെ മുമ്പ് റസൂല് സംഭവിക്കുമെന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. അത് സംഭവിച്ചത് ഉണ്ടാകും, ആവർത്തിച്ച് സംഭവിക്കുന്നത് ഉണ്ടാകും, ഇതുവരെ സംഭവിക്കാത്തതും ഉണ്ടാകും. അത് നമ്മൾ കാത്തു നിൽക്കുക. ചിലത് നമ്മുടെ കാലത്ത് തന്നെ വന്നോളന്നില്ല, ചിലത് ആവർത്തിച്ച് വന്നതുണ്ടാകും. അപ്പം അതിൽ ഖിയാമത്തിൻ്റെ മുമ്പ് സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതിങ്ങനെ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ബീസത്തുൻ നബി, അത് തന്നെയാണ്. നബീനെ പറഞ്ഞയച്ചു എന്നുള്ളതാണ് ഒന്ന്. നബി വന്നു എന്നുള്ളത് തന്നെ ഖിയാമത്തിൻ്റെ ഒരു അടയാളമാണ്. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബോയിസ്തു അന വസ്സാഅത്തു കഹാത്തൈനി, തൻ്റെ 2 വിരലുകൾ ചേർത്തി വെച്ചിട്ട് പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇതുപോലെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം എന്തായി, ഇനി ഖിയാമത്താണ് വരിക, വേറൊരു നബി വരില്ല പറയണം. മുമ്പൊന്നും അങ്ങനെയല്ല. മുമ്പ് ഒരു നബി വന്നാൽ എത്രയോ നബി വരാൻ സാധ്യതയുണ്ട്. ഒരു കാലത്ത് തന്നെ എത്രയോ നബിമാർ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഇന്നത്തൊക്കെ പണ്ഡിതന്മാരെ മാതിരി എന്ന് പറയാവുന്ന രൂപത്തിൽ അമ്പിയാക്കൾ ഇങ്ങനെ വരും. ഇസ്രായേലിനെ പറ്റി പറഞ്ഞു, കുല്ലമ ഹലക്ക നബി ഖലഫഹു നബി. ഓരോ നബി വരുമ്പോഴും അതിന് ശേഷം വേറൊരു നബി വരും. ഒരു നബി മരിച്ചു കഴിഞ്ഞാൽ വേറെ നബി വരും. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേലിനെ പറ്റി തന്നെ ഖുർആൻ പറഞ്ഞത് യഖ്തുലൂനൽ അംബിയ, അമ്പിയാക്കളെ കൊന്നവർ എന്നാണ് പറഞ്ഞത്. ഒരു നബിനെയല്ല, ഒരു സമൂഹം തന്നെ. ഇസ്രായേലിൽ മൂസാ നബിൻ്റെ ജനതയാണല്ലോ, അവർ അമ്പിയാക്കളെ കൊന്നവരെന്നാണ്. അപ്പോൾ കുറേ നബിമാർ വന്നു. അന്നൊക്കെ ഇസ്ലാഹ് നടത്തിയിരുന്നത് പ്രധാനമായിട്ട് അമ്പിയാക്കളാണ്. പക്ഷേ റസൂൽ തിരുമേനി വന്നതോടുകൂടി ആ അധ്യായം അവിടെ അടഞ്ഞു. ഇനി വേറെ ഒരു നബിയും വരില്ല. ഇനി വരിക ഖിയാമത്താണ്. അതുകൊണ്ട് എല്ലാവരും ഇനി വേറെ നബി വരും എന്ന് കാത്തു നിൽക്കണ്ട, അന്ന് ഉഷാറായിട്ട് ഒന്നുകൂടി ഫ്രഷായി നബിൻ്റെ കൂടെ കൂടാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. മറിച്ച് ഇനി ആ നബിയിലൂടെ നൽകപ്പെട്ട ഖുർആനും ഹദീസും കൂടെ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അത് അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുക, പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കുക, അങ്ങനെ നന്നാകുക. പിന്നെ അവിടുന്ന് പറഞ്ഞ നബിയുടെ മരണം, അതും ഖിയാമത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഹദീസ് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ അതും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണം. ഇതിലും നമുക്കൊക്കെ ആലോചിക്കുകയാണെങ്കിൽ മനുഷ്യരുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് ഏതൊരു ദുരിതം സംഭവിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണം ഓർത്താൽ മതി. അത്ര വലിയ ദുരിതമൊന്നും ഈ ലോകത്തിന് വേറെ വരാനില്ല. നമ്മളെത്ര വിലപ്പെട്ട് നഷ്ടപ്പെട്ടാലും ഖേദിക്കുന്നവരുണ്ടാകും. നമ്മുടെ വളരെ അടുത്തവരും മരിച്ചു പോയാൽ അതിനിങ്ങനെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അപ്പോഴൊക്കെ അവരോട് പറഞ്ഞ്, അതിലും വലുത് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, നബി തിരുമേനി വരെ ഇവിടെ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആലോചിച്ചാൽ നമുക്ക് അപ്പം ബാധിച്ച മുസീബത്തിലൊരു ഇളവ് വരും. ഇതൊക്കെ ഈമാനുള്ളൊരു ഇത് നമുക്ക് തോന്നില്ലെങ്കിൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഈമാനെ പറ്റി ഒന്ന് ആലോചിക്കണം എന്ന് പറയണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മദീനക്കാർ ഏറ്റവും സന്തോഷ ദിവസം നബി വന്ന ദിവസമാണ്. അതിലും വലിയൊരു ആഘോഷം അവർക്കുണ്ടായില്ല. കണ്ടോല് അപ്പുറം മറ്റുള്ളവർ പറയും, അറിഞ്ഞു നബി വന്നു. അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ പറയും, സന്തോഷം കൊണ്ട് നബി ഒന്നും അറിഞ്ഞില്ലേ. അതേ അനസ് ബിൻ മാലിക് പറഞ്ഞു, മദീനത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഇരുട്ട് നിറഞ്ഞ ദിവസവും അത് റസൂലി ലോകത്തോട് വിട പറഞ്ഞ ദിവസമാണ്. ഓരോരുത്തർ ക്ഷീണിച്ച് അവശരായി വീണു പോവുക, എഴുന്നേൽക്കാൻ കഴിയാതിരിക്കുക. അങ്ങനത്തെ ഒരു ദുരന്തം അവർക്ക് വേറൊരാൾ മരിച്ചിട്ടുണ്ടായിട്ടില്ല. മുർഹത്താബ് എന്തൊക്കെയോ പറയുന്നതൊക്കെ നിങ്ങൾ ചരിത്രം കിട്ടണേ, അതിലേക്കൊന്നും കയറുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും എന്ത് ചെയ്തെന്നറിയാം? നബിയുടെ വളർത്തുമ്മ ഉമ്മു ഹാനിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാൻ തീരുമാനിച്ചു. നബിയെ വളർത്തിയ ആളാണ്. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ അവർ കരയാൻ തുടങ്ങി, ഉമ്മു ഹാനി. അപ്പോൾ ഇവർ പറഞ്ഞു, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. മാ ഇൻദല്ലാഹ് ഖൈറുൽ റസൂലില്ല,
അള്ളാൻ്റെ അടുത്തുള്ളതല്ലേ അള്ളാൻ്റെ റസൂലിന് ഏറ്റവും നല്ലത്. ഈ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തുനിന്ന് നബി പോയി സമാധാനിച്ചൂടെ എന്ന് പറഞ്ഞ് വെറുതെ അവരെ മനസ്സിലും ഭയങ്കര ദുഃഖമുണ്ടൊന്ന് സമാധാനിപ്പിച്ചു നോക്കുകയാണ്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, മാ ബുക്കി അല്ലാ അക്കൂന ആലം അന്നമാ ഇന്ദല്ലാ ഖൈറുലി റസൂലില്ല. റസൂൽ തിരുമേനിക്ക് അള്ളാൻ്റെ അടുത്തുള്ളതാണ് ഏറ്റവും നല്ലത്, അതറിയാത്ത ആളൊന്നുമില്ല. അതറിയാത്തത് കൊണ്ടുമല്ല കരയുന്നത്. വലാഖിന്നി അബുക്കി അന്നൽ വഹിയ ഖദ് ഇൻഖത മിനസ്സമാ. പക്ഷെ ഞാൻ കരയുന്നത് അതോടെ ആകാശത്തുനിന്ന് വഹി മുറിഞ്ഞു പോയല്ലോ, അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സമാധാനിപ്പിക്കാൻ പോയ അബൂസിദ്ദീഖ് മുറുകത്ത് പോയതിനേക്കാൾ കരച്ചിൽ, സമാധാനിപ്പിക്കാൻ കരഞ്ഞ് പോയാലാണ് പിന്നെ അധികമായി അവിടെ കരയുന്നത്. അപ്പോൾ ദീനിൻ്റെ ഒരു വിഷയം കേൾക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും കരയുക എന്ന് പറഞ്ഞാൽ ഈമാൻ്റെ ഒരു ഭാഗമല്ലേ, ഈമാൻ്റെ ഒരു ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് റബ്ബിനെ ഓർത്ത് കരയുന്നവർ, ദീനിൻ്റെ വിഷയത്തിൽ കരയുന്നവർ, ഒറ്റയ്ക്കിരുന്നിട്ട് കരയുന്നവർ, ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഈമാൻ്റെ ലക്ഷണമാണ്. ഇനി ഞാൻ വേറെ സംഭവിച്ച ഒരു കാര്യം പറയാം. സംഭവിച്ചത് ഒന്ന് ഇൻഷിഖാഖുൽ ഖമർ. അതൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. ഈ വിഷയം അങ്ങനെ തന്നെ ഉണ്ട്. ഇൻഷിഖാഖുൽ ഖമർ ചന്ദ്രൻ പിളർന്ന സംഭവം പറയണം. ചന്ദ്രൻ പിളർന്നത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസിൽ മുത്തവാത്തിറായി വന്നു എന്നാണ് പറയട്ടോ. മുത്തവാത്തിറായി വന്നു, അത് ഉസുൽ ഹദീസിലൊരു നിയമമാണ്. മുത്തവാത്തിർ, ഖബർ വാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തവാത്തിറിന് ഒരുപാട് സഹാബികൾ റിപ്പോർട്ട് ചെയ്യുക, കുറേ സഹാബികൾ റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മതത്തിൽ കുറേ സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ തന്നെ സ്വീകരിക്കണം. ഉദാഹരണത്തിന് ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കേട്ടില്ല നിങ്ങൾ? അത് കേൾക്കത്തിൽ ആരും ഉണ്ടാവില്ല. ഏത് അമലും നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ആകെ ഒരു സഹാബി മാത്രം റിപ്പോർട്ട് ചെയ്തത്, അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ മതി, മതത്തിൽ പ്രമാണമാണ്. എന്നാൽ കുറേ ആൾ റിപ്പോർട്ട് ചെയ്താൽ പിന്നെ അതിന് മുത്തവാത്തിർ എന്ന് പറയും. അതിൽപ്പെട്ട ഒന്നാണ് ഇവിടെ ചന്ദ്രൻ പിളർന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബികൾ ഒരുപാടുണ്ട് എന്നർത്ഥം. മക്കയിലെ മുശ്രിക്കുകൾ നബിയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പറയണത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ചന്ദ്രൻ 2 കഷ്ണമായി ഇങ്ങനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ റബ്ബ് ചന്ദ്രനെ 2 കഷ്ണമാക്കി പിളർത്തി കാണിച്ചു കൊടുത്തതാണ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാകും, അതൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുമോ, വെറുതെ തോന്നുന്നുണ്ടോ, മനുഷ്യനാണെങ്കിൽ തോന്നും. പക്ഷെ ഉടനെ തോന്നണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലാണ് വന്നത്. ഖുർആനും സുന്നത്തിലും അസംഭവ്യമായ കാര്യം പറയില്ല. എന്നാൽ മാ യുഹീറുൽ അഖ്ൽ, നമുക്ക് ഹൈറാന്യത്തിലാക്കുന്ന ചിലത് പറയും. അത്ഭുതം, അതൊക്കെ എന്താ അതൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. അവിടെയാണ് നമ്മുടെ പ്രത്യേകത കാണിക്കേണ്ടതെന്ന്. അവിടെയാണ് പ്രത്യേകത കാണിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കുന്നു, കാരണം ആകാശത്തു നിന്ന് വന്ന വിവരമാണ്. എനിക്കതിപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ചിലതങ്ങനെയാണ്. നമുക്കതിനെ ചെറുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊക്കെ വലുപ്പത്തിൽ മനസ്സിലാവും. ചെറുപ്പത്തിൽ നമ്മളെ വിചാരിച്ചാൽ പൊട്ടത്തരങ്ങളൊക്കെ വലുപ്പത്തിൽ ആലോചിച്ച് നമ്മൾ ചിരിക്കും. വയസ്സ് കൂടുന്തോറും നമുക്കിങ്ങനെ പാകതിയും പക്വതൊക്കെ വരുമല്ലോ. കുറേ പഠിക്കുമ്പോൾ ചിലത് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിനെതിരെ വല്ലതും തോന്നുകയാണെങ്കിൽ അതൊന്നും പറയാൻ നടക്കരുത്. മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചാൽ പ്രശ്നമല്ല, അള്ളാഹ് ചോദ്യം ചെയ്യൂല. അള്ളാഹിനോട് പറയുക, പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ സമീപമായി തന്നെ അതിനെപ്പറ്റി വിവരം കിട്ടും നമുക്ക്. അത് സ്വന്തം തന്നെ കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംസാരിക്കണ കേൾക്കും, അല്ലെങ്കിൽ വായനയിൽ കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, നബി തിരുമേനി മുമ്പുള്ള കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഗുണപാടുള്ളതൊക്കെ. ഇത് ബീജാതിയൊക്കെ എന്തിനാ പറഞ്ഞു വെച്ചാൽ ആൾക്കാർ ഈ ദീന് കേട്ടാൽ മാത്രമേ സത്യപ്പെടുത്താൻ വേണ്ടി പറയണം. എന്താ പറഞ്ഞത്? മുമ്പുള്ള ഒരാൾ പശുക്കളെ തെളിച്ചു പോകുമ്പോൾ അയാൾക്ക് തോന്നി അതിൻ്റെ മേലെ ഒന്ന് കയറിയിരിക്കണം എന്ന് തോന്നി. ഉടനെ അയാൾ നടപ്പിലാക്കി. സഹീഹ് ബുഖാരിയിലൊക്കെയുള്ള ഹദീസാണ്. അപ്പോൾ പശു അയാളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാലം നുഖ്ലഖ് ലിഹാദ, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല,
വൈനമ ഹുലിഖിനാലിൽ ഹർസ്, ഞങ്ങൾ കൃഷിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പശുകൃഷിയെ കേട്ടില്ലേ, കോഴിക്കൃഷി എന്നൊക്കെ പറഞ്ഞ മാതിരി. അതുപോലെ കൃഷിൻ്റെ ഉപയോഗത്തിനും അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് മാംസത്തിനും മറ്റൊക്കെ പലതും ഉണ്ടാകും. ഇത് കേട്ടപ്പോൾ സഹാബികളൊന്നടങ്ങും. കാരണം ഇതെന്താ ഈ കേൾക്കണേ, ജീവിതത്തിൽ അവരാരും കേട്ടിട്ടില്ല ഒരു മൃഗം സംസാരിക്കണേ. അപ്പോൾ അവർ കേട്ട ഉടനെ സുബ്ഹാനല്ലാഹ്, അത് മനുഷ്യൻ്റെ പ്രകൃതമാണ്, എന്താണ് നബി, ഞങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ് ബക്കറത്തും തത്തക്കെല്ലാം, പശു സംസാരിക്കുക, എന്താണിത്? അപ്പോൾ റസൂൽ അതിന് കൊടുത്ത മറുപടി അത് പഠിപ്പിക്കാൻ തന്നെയാണ്. എന്താണെന്നറിയാം, ഇന്നി ഓമിന് ബിയ, ഞാനിതിൽ വിശ്വസിക്കുന്നു. എന്താ അങ്ങനെ പറഞ്ഞേ? കാരണം നബി അതുവരെ കണ്ടില്ല പശു സംസാരിക്കണേ, പിന്നെന്താ വിശ്വസിക്കണത്? പടച്ചവൻ പറഞ്ഞു കൊടുത്തു അത് തന്നെ. പിന്നെ പറയുക അബൂബക്കർ ഉമർ. ഇതിങ്ങനെ കേട്ടാൽ ഉടനെ വിശ്വസിക്കുന്ന രണ്ടാൾക്കാരുടെ പേരും പറഞ്ഞു. ഒന്ന് അബൂർ സിദ്ദീഖാണ്, മറ്റൊന്ന് ഉമറാണ്. അവരുടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് വെച്ച് ഒരു കാര്യം അറിയിക്കുകയാണ് ഉമ്മത്തിനെ, എല്ലാവരും നമുക്കൊക്കെ ഖുർആനിലും സഹിഹ ഹദീസിലും വല്ലതും ഉണ്ടോ അത് ഉടനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അബൂർ സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയതന്നെയല്ല, സത്യപ്പെടുത്തുക. അതെവിടെയാണ് വരിക? ഈ ജാതി പുതുമുള്ള ചില വിഷയങ്ങളിൽ ബുദ്ധിക്ക് ഹേറാന്യത്തുണ്ടാകും, പരിഭ്രമം ഉണ്ടാകും. എന്താ അതൊക്കെ ഉണ്ടോ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആനിലുണ്ടോ സഹിഹ ഹദീസിലുണ്ടോ എന്നാണ്. എന്നാൽ പിന്നെ പരിഭ്രമിക്കാൻ നിൽക്കണ്ട. മറ്റേതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് സത്യപ്പെടുത്താൻ നമ്മൾ കാണുന്നില്ല. അത് മുസ്ലിങ്ങളല്ലാത്തവരും മഹാനായ മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് നിന്നവൻ മുസ്ലിമല്ല. അതൊക്കെ അങ്ങനെ പൊക്കി പറയും. കാരണം അതൊക്കെ പറയാൻ നമ്മൾ മാത്രം അല്ല, എല്ലാവരും ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ യഥാർത്ഥ മോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ദർശനത്തിലുള്ളതൊക്കെ. ഇത് പറയാൻ കാരണം ഈ ചന്ദ്രൻ പിളർന്ന സംഭവം അത് പറയുമ്പോൾ പലരും അതിനെ എതിർത്ത് എഴുതിയവരും പ്രസംഗിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും നിൽക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. വാസ്തവത്തിൽ ഇത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ ഞാൻ അപ്പോൾ അവിടെ നിന്നാൽ പോരെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുത്തവാത്തിറ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടു. പിന്നെ അവിടെ കാണും വേറൊന്നുമില്ല, മുത്തവാത്തിറ തന്നെ വേണ്ട, ഖബർ വാഹിദ് മതി, ഞാൻ ഒരാൾ റിപ്പോർട്ട് ചെയ്താലും മതി. അതിനുശേഷം ഇത് ശാസ്ത്രീയമായും തെളിഞ്ഞിട്ടുണ്ടെന്ന് അതിനെപ്പറ്റി പറയൽ. അതിന് പുറമെ ചരിത്രപരമായും തെളിവുണ്ടെന്നാണ് പറയാം. ചരിത്രപരം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് വായിച്ചിട്ടുണ്ട്. ഒരാൾ എനിക്ക് കാണിച്ചു തന്നാൽ, അത് ഈ ലോഗൻ്റെ മലബാർ മാനുവൽ എന്നൊരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരാളെനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നാണ് ഈ ചേരമാൻ പെരുമാൾ മുസ്ലിമാനുള്ള കാരണവും മറ്റുമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതോ ഒരുത്തൻ സ്വപ്നം എന്തോ ചെയ്തതാണ്. അല്ല, രാത്രി ഏതൊരുത്തൻ ഈ ചന്ദ്രൻ പിളർന്ന സംഭവം കാണാം. ആ കാലത്ത്, പഴയ കാലത്ത്. അതെന്താ ഏതാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് മക്കയിൽ മുഹമ്മദ് നബി വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് അവിടെയുള്ള ശത്രുക്കൾ ഒരു ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടു. അവരാവശ്യപ്പെട്ട ദൃഷ്ടാന്തം ചന്ദ്രൻ പിളർത്തി കാണിക്കണമെന്നാണ്. അത് കാണിച്ചതാണ്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി. ഇത് മുസ്ലിം, അങ്ങനെയൊക്കെ ചരിത്രം അങ്ങനെ പറയുന്നു. ചരിത്രം പറയുന്നുള്ളൂ, നമുക്ക് ഈ ചരിത്രമൊന്നുമല്ല നമ്മുടെ പ്രമാണം കേട്ടോ, അത് വേറെ കാര്യം. ശാസ്ത്രീയമായി തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് എറണാകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വന്ന ഒരു പിറ്റ്കോക്ക് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, ദാവൂദ് മൂസ പിറ്റ്കോക്ക്. അദ്ദേഹം മുസ്ലിമാളുടെ കാരണം തന്നെ അതാണെന്ന് പറയുന്നത്. അദ്ദേഹം ഇസ്ലാമിൽ, അദ്ദേഹം വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും മറ്റൊക്കെയാണ്. ക്രിസ്ത്യൻ വിഭാഗം കത്തോലിക്കയിൽ പെട്ട വലിയ ബുദ്ധിജീവി ചിന്തകനൊക്കെ ആയിരുന്നു. പക്ഷെ അയാൾ ശാസ്ത്രീയമായി പഠിച്ചപ്പോൾ ചന്ദ്രന് കിലോമീറ്ററുകളോളം വിടവ് കാണുന്നു മറ്റോ ഇങ്ങനെ അന്വേഷിച്ച് എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. അയാൾ അത് കാര്യം അമേരിക്കയുടെ നാസ പുറത്തുവിട്ട സൈറ്റിലൊക്കെ ഉണ്ട് അത്രയും. അത് ഏതായാലും ശരി, അതിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഏതോ ഒരു മുസ്ലിം അയാളോട് പറഞ്ഞു, അതെ പണ്ട് ഖുർആൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞ തെളിവ് എന്താ അറിയാം നിങ്ങൾ? ശുദ്ധ ഖുർആൻ പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടോ? ഇഖ്തറബത്തി സാത്തു, ഖിയാമത്ത് അടുത്തിരിക്കുന്നു. വൻഷക്കൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. വൈൻ യറു ആയത്തൻ യൊരു, ഏതൊരു ആയത്ത് അവർ കണ്ടാൽ അവർ പിന്തിരിയും. ഒരു ദൃഷ്ടാന്തം വേണമെന്ന് പറയണ അത് കണ്ടാൽ വിശ്വസിക്കുന്നൊക്കെ വെറുതെയാണ്. അത് കണ്ടാൽ ഓൽക്ക് അതിങ്ങനെ തോന്നുക അത് വേറെന്തോ മായാജാലമായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ പോകും. അത് വേറെ വിഷയം. അതാണ് വയഖൂൽ. അവരെന്താ പറയുക, സിഹറും ഇതൊക്കെ തുടരെ വരുന്ന എന്തോ സിഹറാണ് എന്ന് അവർ പറയും. വാസ്തവത്തിൽ ആവശ്യപ്പെട്ട ആൾക്കാർ അത് കണ്ടതോടുകൂടി ഉടനെ ആമന്ന ഓ സമേന ഓ സദ്ദഖന എന്നൊക്കെ പറയേണ്ട ആൾക്കാരാണ്. ഞങ്ങൾ കേട്ടു, അനുസരിച്ചു, സത്യപ്പെടുത്തി എന്നൊക്കെ. പക്ഷെ അവർ പിന്നെ അത് വെറുതെ ഇങ്ങനെ പിടിച്ചിക്കാൻ തോന്നുന്നു പറയും.
അവിടെ തോറ്റ പിന്നെ അടുത്തേക്ക് കയറും, പിന്നെ വേറൊന്ന് കയറും, അങ്ങനെ ഉണ്ടാവും ചിലർ. വിശ്വസിക്കാൻ വേണ്ടി പറയും നല്ലത്. അപ്പോൾ ആ കൂട്ടത്തിലൊന്നും നമ്മളാവരുത്. നമുക്ക് വ്യക്തമായ തെളിവ് വന്നാൽ പിന്നെ അതിൻ്റെ ആളായി മാറണം നമ്മൾ. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇതൊക്കെ നബി തിരുമേനി നമ്മളോട് ഖിയാമത്തിൻ്റെ മുമ്പായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇസ്ലാം പ്രവചിച്ച വിഷയങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലോ ഇപ്പോൾ അയാളത് കേട്ട ഉടനെ തന്നെ അയാളെ പഠനം അവിടെ നിർത്തി. ഇപ്പം എനിക്ക് പ്രശ്നമൊക്കെ തീർന്നു, എൻ്റെ സംശയങ്ങളൊക്കെ തീർന്നു, അയാൾ ഖുർആനെ പറ്റി പഠിച്ചു, പിന്നെ ഇസ്ലാമിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന ഒരു പ്രബോധകനായി അദ്ദേഹം മാറി. അറിയപ്പെട്ടൊരു ചിന്തകനൊക്കെ ആയിരുന്നു അദ്ദേഹം. ഇനി ഞാൻ വേറെ ഒരു സംഭവിച്ച ഒരടയാളം പറയണം. അതെന്താണെന്ന് പറയുക, ഹിജാസിൽ ഒരു തീ. ഞാൻ ചരിത്രത്തിലൂടെ അങ്ങനെ കടന്നു പോകുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ എണ്ണി കുറേ ഉണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അശ്റാത്തുസാന ഖിയാമത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ 100-ലേറെയൊക്കെ ഉണ്ടാകും. അത് അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പിന്നെ ഇൻ്റർനെറ്റിൻ്റെ കാലമാണല്ലോ, അടിച്ചു നോക്കിയാൽ മതി. അശ്റാത്തുസാ അല്ലെ അലാമാത്തുൽ ഖിയാമ, അത് ഇംഗ്ലീഷിലും ഉണ്ടാകും, ചില മലയാളത്തിലൊക്കെ ഉണ്ടാകും, അന്വേഷിച്ചാൽ കിട്ടും. അത് ഓരോന്ന് നമുക്ക് ശ്രദ്ധിക്കാവുന്ന വിഷയമാണ്. ഞാൻ ആ കൂട്ടത്തിൽ ചിലതിലൂടെ അങ്ങനെ കടന്നു പോകും. അതിലൊരു പുതുമുള്ളൊരു വിഷയമാണിത്. അത് സംഭവിച്ചതാട്ടോ. സംഭവിച്ചില്ലെങ്കിൽ അത് ഇപ്പം ഉണ്ടാവുമോ വിചാരിക്കുക നമ്മൾ. കാരണം പുതുമുള്ള ഒരു തീയിനെ പറ്റി പറയാണ്. സംഭവിച്ചെന്നാണ് അതിന് സമകാലികരാണ് ഇമാം നബവിയൊക്കെ. ഞങ്ങളുടെ കാലത്താണ് ഉണ്ടെന്ന് അവർ പറയുന്നത്. ഞങ്ങളുടെ കാലത്ത് സംഭവിച്ചു ഇത് അറിയണേ, ഇതാണ് പറഞ്ഞത്. അതുപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ദഹബി, അതൊക്കെ അവർ ഏകദേശം ഒരു കാലഘട്ടക്കാരാണ്. നബവി കഴിഞ്ഞ ഉടനെ ആണ് ഇവരൊക്കെ കാലം വരുന്നത്. അതുകൊണ്ട് ആ കാലത്ത് നല്ല ചർച്ച നടന്ന വിഷയമായിരിക്കും. നമ്മൾ പറഞ്ഞ വൈറലായി എന്നൊക്കെ പറയണത് നല്ല ചർച്ച നടന്നൊരു കാലമാണ്. എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. ആ തീ കാണാൻ പോവുക, നോക്കുക, ദൂരത്ത് നോക്കുക. എന്താ തീ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്, ലാ തഖൂമു സാ, ഖിയാമത്ത് സംഭവിക്കില്ല, ഹത്താ തഖ്റുജനാർ മിൻ അർലിൽ ഹിജാസ്, ഹിജാസ് പ്രദേശത്ത് ഒരു തീ പ്രത്യക്ഷപ്പെടും. തീ ഇപ്പം എല്ലാ കാലത്തുണ്ട്, ആ തീയൊന്നല്ല ഈ പറയണത്. അത് തുലിവ് അനാഖുൽ ഇബിൽ ബി ബുസ്റ. അന്നെന്താ പറയുക, ബുസ്റ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരമുള്ള ഷാമിലുള്ള ഒരു സ്ഥലമാണ് ബുസ്റ. അവിടെയുള്ള ഒട്ടകങ്ങളുടെ കഴുത്തുകളെ പ്രകാശിപ്പിക്കുന്ന ഒരു തീ. പിന്നെ ആ തീൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, കല്ലിനെ കരിക്കും പക്ഷേ മാംസത്തെ കരിക്കൂല, അങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഒരു പുതുമുള്ള തീയാണുള്ളത്. അത് കടന്നുപോയ ചില സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പം ഉണ്ടായതൊക്കെ ഇങ്ങനെ ഉണ്ട്, പല വിഷയമുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടം അത് കഴിഞ്ഞ ഉടനെ വലിയ ചർച്ചയായിരുന്നത്. അത് കൃത്യം കൊല്ലം കിട്ടും, ഹിജ്റ 654 അത് സംഭവിച്ചത്. അതുകൊണ്ട് ഇമാം ഇബ്നു കസീറിന് ചരിത്രത്തിലൊരു പുസ്തകമുണ്ട്, അൽ ബിദായ വൻ നിഹായ എന്ന് കേട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ. അത് ആദം നബി മുതൽ അദ്ദേഹത്തിൻ്റെ കാലം വരെയുള്ള ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തിയ കുറേ വാള്യങ്ങളിൽ. അങ്ങനെ ഹിജ്റ 654 അദ്ദേഹം ഇങ്ങനെ പറയണം, ഫീഹ ഖാന ളുഹൂറുന്നാർ മിൻ അർലിൽ ഹിജാസ്. ഈ വർഷത്തിലാണ് ഹിജാസിൽ ആ പ്രസിദ്ധമായ തീ പ്രത്യക്ഷപ്പെട്ടത്. അല്ലത്തി അദാത് ലഹ അനാഖുൽ ഇബിൽ, അത് കാരണം ഒട്ടകങ്ങളുടെ കഴുത്തുകൾ പ്രകാശിച്ചു. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണ്. അപ്പോൾ കഴുത്ത് പ്രകാശിക്കുക പറഞ്ഞാൽ അത് നമ്മളാരും കാണാതെ, നമ്മൾ സാധാരണ മിന്നാമീനുങ്ങൊക്കെ പ്രകാശിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. പിന്നെ കടലിലെ ചില മത്സ്യങ്ങൾക്ക് അങ്ങനെ പ്രകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ നോക്കിയാലൊക്കെ ഉണ്ടാവും സാധാ. പക്ഷേ അല്ലാത്ത മൃഗങ്ങളുടെ പ്രകാശം നമ്മളാരും കണ്ടിട്ടില്ല. ഒട്ടകത്തിൻ്റെ കഴുത്ത് പ്രകാശിക്കുക. എന്നിട്ട് ആ കാലഘട്ടത്തിൽ പലരും രാത്രിയാവുമ്പോൾ പുറത്തിറങ്ങിയിട്ട് ചിലരൊക്കെ വായനയും എഴുത്തും ആ ചരിത്രത്തിലത് കണ്ടമാനം ആ കാലം ചർച്ച ചെയ്ത വിഷയത്തിൽ പറയണം. ആ പ്രകാശത്തിൽ നിന്ന് അവർ എഴുതിയതും വായിച്ചതും ഒക്കെ അവർ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അകലെയുള്ള പ്രദേശങ്ങളിലെ ഒട്ടകങ്ങളുടെ കഴുത്തുകൾ പ്രകാശിച്ചതൊക്കെയാണ് ആ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് പണ്ഡിതർ, ആ കൂട്ടത്തിൽ ഞാൻ ഇമാം നവവിൻ്റെ ഒരു വാചകം പറയാണ്, ഫഖദ് ഖറജത് ഫി സമാനിന, ഞങ്ങളുടെ കാലത്താണ് വന്നത്. അപ്പോൾ കണ്ട ആളുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ തള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ?
ഇമാം നവവി പറയാം, ഞാൻ ജീവിക്കണ കാലത്താണ് ആ തീ പ്രത്യക്ഷപ്പെട്ടത്, ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഇമാം നവവി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് വളരെ അവലംബനീയമായ പണ്ഡിതനല്ലേ. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇന്നും ആധികാരിക ഗ്രന്ഥങ്ങളാണ്. രണ്ടാം ഷാഫി എന്നൊക്കെ അറിയപ്പെടുന്ന ഇമാം നവവിയെ കേൾക്കാത്തവരും ആരും ഉണ്ടാവില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ്യ അതിനെപ്പറ്റി പറയണം. വഖദ് വഹറത് ഹാദിഹിന്നാർ, ഈ തീ പ്രത്യക്ഷപ്പെട്ട സനത്ത് ബിളിം ഹംസീന വസിത്തിമി 654 അത് സംഭവിച്ചത്. ഖാന തുഹരിക്കുൽ ഹജർ, അത് പാറകളെ കരിച്ചു കളയും. വലാ തുളിജുല്ലഹം, അത് മാംസത്തെ വേവിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു പുതുമുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ ഇമാം ദഹബി, ഇമാം ഖുർത്തുബി, അനേകം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് കയറുന്നില്ല. അത് സംഭവിച്ച ഒരു അടയാളമാണ് ആ പറഞ്ഞിട്ടുള്ളത്. ഖിയാമത്തിൻ്റെ അതിന് മുമ്പ് സംഭവിക്കും എന്ന് റസൂൽ പറഞ്ഞു. ഇനി റസൂൽ തിരുമേനി പറഞ്ഞ കുറച്ച് ഫിത്നകളെ പറ്റി ഞാൻ പറയണം. ചില ഫിത്നകൾ അത് സംഭവിച്ചതാണ്, പ്രവചിച്ച പോലെ തന്നെ സംഭവിച്ച ഫിത്നകൾ, അതുപോലെ ചില വിജയങ്ങളൊക്കെ. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരിക്കൽ നബിയോട് പരാതി പറഞ്ഞു. എന്താ പരാതി? നബി തിരുമേനി മക്കയിൽ കഅബൻ്റെ ആ തണലിലിങ്ങനെ ഇരിക്കുകയാണ്. അലാ തസ്തൻസിറുലന, ഞങ്ങൾക്ക് വിജയത്തിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂലേ എന്ന് ചോദിക്കണം. എന്തൊരു കഷ്ടപ്പാടാണ്, മക്കയിൽ ജീവിച്ച കാലത്താണ്. അലാ തദൂലന, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്താ പ്രാർത്ഥിക്കാത്തത്? അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, അവർക്ക് ആ കഷ്ടപ്പാടൊക്കെ ചെറുതാക്കി തോന്നിക്കുകയാണ്. ഇതിനേക്കാൾ കഷ്ടപ്പെട്ട സംഭവം മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മുമ്പുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? കാന റജുൽ ഫീമൻ ഖബലക്കും യഫ്റ ലഹു ഫിൽ അർദ്, നിങ്ങളെ മുമ്പുള്ളവർക്ക് വേണ്ടി ഭൂമിയിൽ കുഴി കിടങ്ങുകൾ ഉണ്ടാക്കും, അതിലേക്ക് മോമിനുകളെ ഇടും, എന്നിട്ട് ഒന്നുകിൽ വാള് കൊണ്ടുവന്നിട്ട് അവരെ ഈർന്ന് 2 ഭാഗമാക്കും. അതൊന്നും അവരെ ദീനിൽ നിന്ന് അവരെ പിന്മാറ്റിയിട്ടില്ല, അവരെ പിന്തിരിച്ചിട്ടില്ല, അവർ സത്യത്തിൽ ഉറച്ചു നിന്നു. എന്നിട്ട് റസൂൽ തിരുമേനി പറയാണ്, വല്ലാഹി അല്ല യുത്തിമ്മന്നല്ലാഹു ഹാദല്ലാം, അള്ളാഹുവാണ് സത്യം, അള്ളത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വളരെ കഷ്ടപ്പെട്ട കാലത്ത് പറയാണ്, ഈ ദൗത്യം അള്ളാഹ് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. എത്ര യസീറാക്ക് മിൻ സൊന്ന ഇലാ ഹദർ മൗത്ത്, ഒരു യാത്രക്കാരൻ സൊന്ന എന്ന് പറഞ്ഞാൽ യമനിലെ സ്ഥലമാണ്, ഹദർ മൗത്ത് വരെ പോകും. ലാ യഖാഫു ഇല്ലല്ലാ, അയാൾക്ക് ഒന്നും പേടിക്കേണ്ടില്ല അള്ളാഹിനെ അല്ലാതെ, അല്ലെങ്കിൽ തൻ്റെ ആടിനെ ഈ ചെന്നായ തിന്നണ അങ്ങനെയുള്ള പേടിയല്ലാതെ, കൊള്ളക്കാരെ പേടിക്കണ്ട, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, സമാധാനം നിറഞ്ഞ ജീവിതം ഉണ്ടാവും. അപ്പോൾ ഇസ്ലാമിൻ്റെ ആ കാലം പിന്നെ വന്നല്ലോ. മഹാനായ ഉമർ ഖത്താബിൻ്റെ കാലഘട്ടത്തിലൊക്കെ എന്തൊരു സമാധാനം നിറഞ്ഞതാണ്. 100% നീതി നടപ്പിലായൊരു കാലമാണ്. അതൊന്നും പിൽക്കാലത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല, ആജാതി നീതി. എൻ്റെ കാലഘട്ടത്തിൽ ഒരു ഒട്ടകം തെന്നി വീണ അതിന് പോലും ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ നീതി മനുഷ്യരിലേക്ക് മാത്രമല്ല മൃഗങ്ങളിലേക്കും പക്ഷികളിലേക്കൊക്കെ നീങ്ങി അത്ഭുതകരമായ ഭരണമായിരുന്നല്ലോ. അതുകൊണ്ട് സ്വസ്ഥമായി യാത്ര ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സ്വർണ്ണം വെള്ളിയൊക്കെ അതൊക്കെ മുമ്പിൽ വെച്ച് കടന്നുറങ്ങാം. അങ്ങനത്തെ ഒരു കാലമായിരുന്നത്. കള്ളന്മാരില്ല, കൊള്ളക്കാരില്ല, വല്ലാത്തൊരു കാലം. അതൊക്കെ സംഭവിച്ചതാണല്ലോ. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരാൾ വന്ന് ദാരിദ്ര്യത്തെപ്പറ്റിയൊക്കെ പരാതി പറഞ്ഞു. വേറൊരുത്തൻ കൊള്ളക്കാരെപ്പറ്റി പരാതി പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞപ്പം നബി തിരുമേനി എന്നോട് പറഞ്ഞു, യാ അദി ഹൽ റായിത്തൽ ഹീറ, നീ ഹീറ പട്ടണം കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഒക്കെ റോമൻ സാമ്രാജ്യമൊക്കെ പറയണം. ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നാ ഫൈൻ തോലത്ത് ബിക ഹയാത്ത്, നിനക്ക് ദീർഘായുസുണ്ടെങ്കിൽ നിനക്ക് കാണാം. എന്താണ്? ഒരു പെണ്ണ് തെർത്തഹിലു മിനൽ ഹീറ ഹത്താ തതൂഫ ബിൽ കഅബ, ഹീറയിൽ നിന്ന് ഒറ്റക്ക് പെണ്ണ് യാത്ര ചെയ്തു വരും. അവരാക്രമിക്കാൻ ഒരാളും വരില്ല. എന്നിട്ട് മക്കയിലൊന്ന് തവാഫ് ചെയ്ത് ഒറ്റക്ക് പോകും. അത്ര സമാധാനം നിറഞ്ഞ കാലം ഇനി വരാനിരിക്കുന്നുണ്ടെന്ന്.
പിന്നെ പറഞ്ഞു ഇല്ല തഫ്തഹന്ന ഖുനൂസ് കിസ്റയുടെ കൻസുകൾ നിധികളൊക്കെ തുറക്കും. കിസ്റ ഇസ്ലാമിന് അനുകൂലമാകും. അതൊക്കെ അത്ഭുതത്തോടു കൂടി അദ്ദേഹം പറയാം, കിസ്റ ബിൻ ഹുർമുസാണോ നമ്മൾ ഈ പറഞ്ഞ്? അതെ, അത് ഉൾക്കൊള്ളാൻ പറ്റൂല ആ ദീയനെ. അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു, ഇസ്ലാമിലേക്ക് വന്നതാണ്. കിസ്റ സാമ്രാജ്യം മുസ്ലിങ്ങൾ കീഴടക്കുന്ന ഈ പറയുന്നത് അതെ. എന്നിട്ട് പിന്നെ വലയും തോലത് ബിക്കഹയാത്ത്, മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു. ഇനി ദീർഘായുസുണ്ടെങ്കിൽ തറയുന്ന റജുൽ യഹ്റുജ് മിൽ കഫിഹി, ചില മനുഷ്യരെ കാണും കയ്യിൽ നിറയെ പണം ഉണ്ടാവും. എന്നിട്ട് ആർക്കാ വേണ്ടേ ചോദിക്കും. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത കാലം വരുന്നവരാണ്. അതിൻ്റെ മുമ്പേ റസൂൽ ഒരിക്കൽ പറഞ്ഞാണ് ചിലവഴിച്ചോളൂ കേട്ടോ, അതൊരു കാലം വരാണ്ട്, പിന്നെ അത് വാങ്ങാൻ ആളെ കിട്ടൂല. അത് വലിയൊരു ദുരന്തമാണ് വാങ്ങാൻ ആളെ കിട്ടില്ലെങ്കിൽ. കാരണം അള്ളാൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചാൽ തന്നെ അത് 7 കതിരുകൾ, അതിൽ ഓരോന്നിലും 100 വീതം, അപ്പോൾ 700 അള്ളാഹു ഫീമ യശാ, വീണ്ടും ഇരട്ടിപ്പിക്കും. പിന്നെ അത് റമദാനിലൊക്കെയാണ് പിന്നെയും കുറേ കൂടും, നമ്മുടെ ഇഖ്ലാസ് ഹർഷത്തിൽ ഇങ്ങനെ കൂടും. അപ്പോൾ അത് വലിയൊരു വാതിലാണല്ലോ, അത് വലിയൊരു നമുക്ക് പരലോകത്തൊരു മഹാലോകം തന്നെ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് ഈ സംഭാവന കൊടുക്കുക എന്നുള്ളത്. പക്ഷേ പൈസ സ്വീകരിക്കാൻ ആളില്ലാന്നാണ് ദുരന്തമാണ്. സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ വലിയൊരു ദുരന്തമാണ്. നബി പറയാം അങ്ങനെ ദുരന്തം വരാണ്ട്. ഓരോരുത്തരും ആർക്കാ പൈസ വേണ്ടേ, പൈസ വേണ്ടേ, ഒറ്റ കുട്ടി ആർക്കാ എൻ്റെ പൈസ വേണ്ടേ, ഈ രൂപത്തിൽ ഓരോരുത്തരും ആർക്കും വേണ്ടാത്തൊരു കാലം അതൊക്കെ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്നിട്ട് അദ്ദേഹം പിന്നെ റസൂൽ തിരുമേനിയുടെ കാലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയണേ, ഫറായിത്തുള്ളീന, അന്ന് നബി എന്നോട് പറഞ്ഞല്ലോ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, പൂവാലന്മാരെ പേടിക്കേണ്ടതില്ല, അക്രമികളെ പേടിക്കേണ്ടതില്ല, അങ്ങനെ തവാഫ് ചെയ്ത് തിരിച്ചു പോകുന്നൊക്കെ. അത് അന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷയമാണ്. പക്ഷേ അതെൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. പിന്നെ അദ്ദേഹം പറയാണ്, ആര് അദീബിന് ഹാത്തിം ഒക്കെ പറഞ്ഞ അവർ കരയാണ്. അപ്പോൾ റസൂൽ ഈ പറഞ്ഞതൊക്കെ അങ്ങനെ സത്യമാകുമ്പോൾ അവർക്കിങ്ങനെ ഈമാൻ വർദ്ധിക്കുകയാണ്. അങ്ങനെ അതുപോലെ വകുൻതു ഫീമൻ ഇഫ്തത കുനൂസ് കിസ്റ, അന്ന് കിസ്റ സാമ്രാജ്യം കീഴടക്കുമെന്നൊക്കെ പറഞ്ഞ അത്ഭുതത്തോടുകൂടി ഹുർമുസിൻ്റെ മൻ കിസ്റ കീഴടക്കുക എന്നല്ലേ നിങ്ങൾ ചോദിച്ചേ? ആ ചോദിച്ച ഹുർമുസ്, ആ ചോദിച്ച അദീ പിന്നെ പറയാണ്, കിസ്റ സാമ്രാജ്യം കീഴടക്കുന്ന കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരനായിട്ട് ഞാനുണ്ടായിരുന്നു. അദ്ദേഹം പറയണം. ഇനിയോ വലയും തോലത്ത് ബിക്കും ഹയ, ഇനി നിങ്ങളെ കാലം നിങ്ങൾക്ക് ആയുസുണ്ടെങ്കിൽ, എല്ലാ ഇപ്പം എൻ്റെ കാലത്ത് 2 എണ്ണം വന്നു, ഇനിയോ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരു കാലം വരും എന്ന് പറഞ്ഞില്ലേ, അതിനി കുറച്ചും കൂടി നിങ്ങൾക്ക് ദീർഘായുസിൻ്റെ വന്നോളൂ കേട്ടോ, അത് വരും. ഇടയിൽ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലത്തൊക്കെ സക്കാത്ത് കുന്നുകൂടി കിടക്കുക, എന്താ കാട്ടണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും കിട്ടുകൊണ്ടിരില്ലേ എന്നാണ് ഉമർ ബിൻ അബ്ദുൽ പറയുന്നത്. അങ്ങനത്തെ ഒരു കാലം ഇസ്ലാമിൽ ലോകത്ത് കഴിഞ്ഞിട്ടില്ലേ? അവിടെ ആരെ കല്യാണം കഴിക്കാത്തവരും നോക്കി, മറ്റവർക്ക് കൊടുക്കി, ഇവനും കൊടുക്കി, ആർക്കും വേണ്ട പണം. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാന കാലം ഇനിയൊക്കെ തിരിച്ചു വരും. ഈ സനബിൻ്റെ കാലത്തൊക്കെ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചു വരും, അതിനിടക്കും തിരിച്ചു വരാം. അപ്പോൾ ഏതായാലും ശരി, വിജയത്തെപ്പറ്റി പറഞ്ഞതിൽ ഒരു ഹദീസാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. ഇതേ രൂപത്തിൽ തന്നെ ഫിത്നകളെപ്പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫിത്നകൾ അത് ഭയങ്കര ഫിത്നകളാണ്. നല്ല ഈമാനില്ലെങ്കിൽ ദീനൊക്കെ പുറത്തു പോകുന്ന ജാതി ഫിത്നകളുണ്ട്. ഇതൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മളൊക്കെ വലിയ പരീക്ഷണത്തിലാണ് ഫിത്നയിലൊക്കെ നമ്മൾ പറയല്ലോ. വാസ്തവത്തിൽ മുമ്പ് കഴിഞ്ഞ് പോയതൊക്കെ നോക്കുമ്പോൾ മിക്കവാറും ഇതിനേക്കാൾ ഏറെ ഉണ്ട് എന്നാണ് തോന്നുന്നത്, ഇതിനേക്കാൾ അധികം ഉണ്ട് എന്നാണ് തോന്നുന്നത്. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ചില ഉദാഹരണത്തിലൂടെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇത് കടന്നു പോകും. അധികമൊന്നും നീട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറഞ്ഞ കൂടെ അയക്കും വരുന്നുണ്ട്, തീക്കും വരുന്നുണ്ട്, അത് നീണ്ടു വിചാരിക്കും നിങ്ങൾ. അങ്ങനെയൊന്നുമില്ല, കുറച്ച് സമയമൊക്കെ തന്നെയുള്ളൂ സംസാരിക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ബൈന യദൈ അസ്സാ, ഖിയാമത്തിൻ്റെ മുമ്പിൽ സംഭവിക്കും ഫിതൻ, കുറേ ഫിത്തനകൾ സംഭവിക്കും. എങ്ങനെ അറിയാം? ഖിതാഇൽ ലൈലിൽ മുതലും, ഇരുട്ട് നിറഞ്ഞ രാത്രിയുടെ കഷ്ണങ്ങൾ പോലെ, കുരാകൂരിരുട്ടിൻ്റെ കഷ്ണങ്ങൾ പോലെ അറിയാം. ആ ഫിത്തന വരുമ്പം യുസ്ബിഹുർ റജുലു മുഅ്മിന, നേരം വെളുക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ, വയുംസി കാഫിറ, വൈകുന്നേരം ആകുമ്പം കാഫിറായി ഉണ്ടാവും, പിടിച്ചിരിക്കാൻ കഴിയണില്ല. അവസാന കാലം തന്നെ ഒരു റസൂൽ പറഞ്ഞാൽ തീക്കാനിൽ പിടിച്ചിരിക്കണ മാതിരി, തീക്കാനിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ കഴിയും നമുക്ക്. ആർക്ക് കഴിയാം?
അപ്പോൾ അജ്ജാതി പരീക്ഷണം വന്നിട്ടില്ല എന്ന് ഉറപ്പല്ലേ? തീക്കനൽ പിടിച്ചിക്കണാതിരി എന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പോഴും ദീനിൽ ഉറച്ചു നിൽക്കുന്നവരോ അവർക്ക് 50 രക്തസാക്ഷികളുടെ കൂലിയുണ്ടെന്ന് റസൂൽ തിരുമേനി പറഞ്ഞ്. അപ്പോൾ ഏത് ആ കാലത്തുള്ള രക്തസാക്ഷിയാണോ അതല്ല സഹാബിയുടെ കൂട്ടത്തിലാണോ എന്ന് സഹാബിയുടെ സംശയം ചോദിച്ചപ്പോൾ നിങ്ങളെ കൂട്ടത്തിലല്ലേ, അവരുടെ കൂട്ടത്തിലെ രക്തസാക്ഷികൾ അത്ഭുതമല്ലേ, ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് രക്തസാക്ഷികളെ കിട്ടിയില്ലേ, മുസ്അബ് ബിൻ ഉമൈർ, ഇതൊക്കെ അത്ഭുതങ്ങളാണ് അവരുടെ ജീവിതത്തിൽ. അങ്ങനെയുള്ള സഹാബികളെ ഉഹദ് യുദ്ധത്തിൽ 70 രക്തസാക്ഷികളുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ 50 രക്തസാക്ഷിയേക്കാൾ കൂലി കിട്ടും പിൽക്കാലക്കാർക്ക്. പിൽക്കാലത്ത് മഹാഫിത്തനകൾ വരും. ദീനിൽ നമ്മളെങ്ങനെ പുറകോട്ട് വലിക്കുന്ന, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, ദീനനുസരിച്ച് ജീവിച്ചാൽ ആക്രമിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, മതമുള്ളവർ വളരെ മോശമായി പരിഹസിക്കുന്ന, അങ്ങനെയൊക്കെയാണ് വന്നിട്ട് അവസാനം മർദ്ദന പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ചിലരൊക്കെ മതം വിടും. പക്ഷെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കും. ഇതൊക്കെ മുൻകൂട്ടി റസൂൽ ഇതൊക്കെ വരും കേട്ടോ, അത് കണ്ടിട്ട് മതം വിടാൻ നിൽക്കണ്ട, നഷ്ടക്കച്ചവടം. കാരണം ഹസിബന്ന ജനങ്ങൾ വിചാരിക്കുന്നുണ്ട് അനി ഉത്തരക്കോല വെറുതെ വിടുന്നു, വഹുംല യുഫ്തനൂൻ, പരീക്ഷിക്കപ്പെടാതെ. പരീക്ഷണമൊക്കെ ഉണ്ടാവും, അതില്ലാതെ നേരെയാണ് സ്വർഗത്ത് പോവും എന്നൊന്നും വിചാരിക്കണ്ട എന്നാ ഖുർആൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ അള്ളാഹിനോട് ആഫിയത്ത് ചോദിക്കണം എന്നാണ് നബി പറഞ്ഞു. പരീക്ഷണങ്ങളുടെ സഹിച്ച നല്ല കൂലി കിട്ടും. പക്ഷേ നമുക്കൊക്കെ പരീക്ഷണം വന്ന് എന്തായിരിക്കും അവസ്ഥ അറിയില്ലല്ലോ, അറിയില്ല. അതുകൊണ്ട് എനിക്ക് പരീക്ഷണം വേണ്ടാന്ന് തന്നെ പ്രാർത്ഥിക്കണ്ടേ. നബിൻ്റെ പ്രാർത്ഥനയൊക്കെയല്ലേ, ഇനി വസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലൊക്കെ ആഫിയത്ത് വേണം. വസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ, എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലൊക്കെ എനിക്ക് ആഫിയത്ത് വേണം ഒക്കെ പറയല്ലേ. ആഫിയത്ത് സലുല്ലാൽ ആഫിയ, ആഫിയത്തിന് ചോദിച്ചോളുന്നു. കാരണം പിടിച്ചിക്കാൻ കഴിയില്ല ചിലർക്ക്. മിക്ക ആൾക്കാരും പരീക്ഷണങ്ങൾ കിട്ടാതെ തന്നെ അള്ളാഹ്ക്ക് കൊടുക്കണ കാരുണ്യമാണ്. കാരണം അവന് കൊടുത്തവൻ പിടിച്ചിക്കൂല എന്നുള്ള ആൾക്കറിയും. അതുകൊണ്ട് ആഫിയത്ത് കൊടുക്കുകയാണ്. ചിലരെ കണ്ടില്ലെങ്കിൽ കഷ്ടപ്പാട് സഹിക്കണ്, അള്ളാഹ്ക്കറിയാം അവനെ സഹിക്കും, അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഒരല്ല അവഗണിച്ചതല്ലത്, അവനെ സഹിക്കാൻ കഴിയും. എന്നാൽ ചിലർ വലിയ സന്തോഷം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണ്ട. ഒരുപക്ഷെ പരീക്ഷണങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അള്ളാഹ് തന്നെ ഒരു കാരുണ്യം നിലക്ക് ഒരു പരീക്ഷണം കൊടുത്താൽ പിന്നെ അവൻ ഇല്ലതും ഉണ്ടാവില്ല. എന്നാലും അള്ളാഹ് കാരുണ്യം ചെയ്തിട്ട് കുറേ ആൾക്കാരെ നന്മയിലിങ്ങനെ നിർത്തും. വൈ യുസ്ബിഹു കാഫിറൻ വ യുമിൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞില്ലേ. എന്നിട്ട് അവസാന ഹദീസിൻ്റെ ബാക്കി യബിയു ദീനഹും ബിയാറലിമിന ദുനിയാ, ദുനിയാവിൽ ചെറിയ വിഭവം കിട്ടിയാൽ ദീന് വിൽക്കുന്നവർ. അവരിപ്പോൾ ഈ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് തീരെ ഈമാനില്ലാത്ത ആൾക്കാരും ഉണ്ടാകും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടണ ഇതുണ്ടല്ലോ, നിങ്ങൾ കാറ്റടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ മതിയാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ദീന് വിടും, ആദർശം വിടും, സത്യസന്ധമായ നിലപാടൊക്കെ വിടും. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ദീന് വിട്ടാൽ പിന്നെ ഒക്കെ പോയി. പക്ഷേ പല പ്രലോഭനങ്ങളും വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ദീന് വിടുമോ? നമ്മളെ ഷഹാദത്തും ഇതൊരു ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. നമ്മളെ കശുതല്ലായിലുള്ള അഷ്ഹദു റസൂലുള്ളാഹി പറഞ്ഞ പോലല്ലേ. പക്ഷെ നമ്മളിതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതിന് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? പരീക്ഷിക്കപ്പെട്ടാൽ പിടിച്ചിക്കണം. മുമ്പുള്ളവരൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, മർദ്ദിക്കപ്പെട്ടു. ബിലാലിൻ്റെ ഒക്കെ ചരിത്രങ്ങൾ കേട്ടില്ലേ? ചുട്ടുപഴുത്ത മണിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശത്രുക്കൾ കുട്ടികൾ വലിക്കുക, ആക്രമിക്കുക, പലതും ചെയ്യുമ്പോഴും ഇതൊക്കെയാണ് ഷഹാദത്ത് പരീക്ഷിക്കപ്പെടുക. തൊള്ള കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി പറയാൻ എളുപ്പമാണ്. പക്ഷെ അതിൽ തന്നെ നിൽക്കണുണ്ടോ നോക്കുകയാണല്ല. തൊള്ള കൊണ്ടുള്ള വർത്താനാണ്, അതല്ല ഹൃദയത്തിലുണ്ടോയെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ലേ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മാറും. ഞാനൊരു കഥ പറഞ്ഞു നിങ്ങൾക്ക്. ആഷാ ബിൻ ഖൈസ് എന്നൊരു അറിയപ്പെട്ടൊരു കവി ഉണ്ടായിരുന്നു. അല്ല യമാമ എന്നുള്ള സ്ഥലത്താണുള്ളത്. മദീനയിൽ നിന്ന് കുറേ ദൂരമാണ്. പക്ഷേ എല്ലാവർക്കും അയാളെ അറിയും. കാരണം നല്ലൊരു കവിയാണ്, കുറേ കാലം ജീവിച്ച ആളാണ്. അയാൾ നബി തിരുമേനി വന്ന വിവരം കിട്ടിയ ആൾക്ക് അങ്ങനെ നബിൻ്റെ അടുത്തേക്ക് മദീനയിലേക്ക് വരികയാണ്. എന്തിനറിയാം? മുസ്ലിം ആവാൻ. നല്ല കവിതയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നബിനെ പുകഴ്ത്തിയിട്ട് കുറച്ച് പാട്ടും പാടണം, നബിക്ക് ഇഷ്ടമാവുമായിരിക്കും എന്നതിലൊക്കെ വരികയാണ്.
പക്ഷെ അദ്ദേഹത്തിൻ്റെ വരവ് ശത്രുക്കൾ അറിഞ്ഞു. അവർ ചർച്ച ചെയ്തു. ഒരു പ്രശ്നം വരുന്നുണ്ട് നമുക്ക്. ഒരു പറയണം, നമ്മുടെ ആ പ്രസിദ്ധ കവി മുസ്ലിം ആവുകയാണല്ലോ, അയാൾ മുസ്ലിമായ പലരും പ്രശ്നത്തിലാവും. ഒരുവിധമൊക്കെ ആൾക്കാരെങ്ങനെ ഇവർ തടുത്ത് നിർത്തിയൊക്കെ ഉണ്ട് ഇസ്ലാമെന്ന്. പക്ഷെ അതൊക്കെ തകർത്തിട്ട് ആൾക്കാർ ഇസ്ലാമിലേക്ക് പോകണുണ്ട്. ആ കൂട്ടത്തിലാണ് അറിയപ്പെട്ട ഒരു കവി, അയാളിപ്പോൾ മുസ്ലിമാൻ വരികയാണ് ദൂരത്തുനിന്ന്. മരുഭൂമികൾ താണ്ടി നബിൻ്റെ അടുത്ത് വരണം, ഇസ്ലാം പ്രഖ്യാപിക്കണം, നബിൻ്റെ മുമ്പ് സുന്ദരമായ അദ്ദേഹം നബിക്ക് വേണ്ടി തയ്യാറാക്കിയ കവിതകൾ പാടണം, നബിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് കേൾക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങനെ വരികയാണ്. കിനാവ് കണ്ട് വരികയാണ് അദ്ദേഹം. പക്ഷേ ആൾക്കാർ ഇടപെട്ടു വഴി വെച്ചിട്ട്. അവർ പറഞ്ഞ, ആശ നിങ്ങൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല കേട്ടോ, നിങ്ങളേക്ക് പോയാലേ ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, ഇന്നോ യുഹരിമുസിന, ഇനി അവിടെ ചെന്നാൽ നിങ്ങൾ നമ്മളൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്ന കാര്യം, അദ്ദേഹം സിന വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ, വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട്. കാരണം ജാഹിലിയ കാലത്ത് അതൊന്നും പ്രശ്നമല്ല, പല കോലത്തിലായിരുന്നു വിവാഹം തന്നെ, പലതുമായിരുന്നു, തോന്നിയവർക്ക് തോന്നിയമാരൊക്കെ ചെയ്യായിരുന്നു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറയാം, എനിക്ക് വയസ്സാണ്, എനിക്ക് ഇനി പെണ്ണൊന്നും വേണ്ട, അതൊന്നും പ്രശ്നമല്ല, ഞാൻ പോവാണ്, മുസ്ലിമാൻ പോവാണ്. അപ്പോൾ അവർ തോറ്റല്ലോ. അപ്പോൾ അവരടുത്ത് പറഞ്ഞു, ഇന്നോ യുഹരിമുൽ ഖംർ, ചിലരങ്ങനെയാണ്, ലഹരി ഒഴിവാക്കാൻ പറ്റില്ല, ശീലിച്ചാൽ. അതുകൊണ്ടല്ലോ ഒരു മരിക്കുമ്പോൾ പോലും എന്നെ മുന്തിരിവള്ളിന് ചോട്ട് കുഴിച്ചിടുമെന്ന് പറഞ്ഞിരുന്നല്ലോ ജാഹിലിയ കാലത്ത് അറബികൾ. ചിലർക്ക് ആ നേരത്ത് കിട്ടാഞ്ഞിങ്ങനെ വിറക്കും. ഒരു ലഹരി ബാധിച്ച ഒരാൾ, അതിൻ്റെ അടിമയായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് മുഴുവൻ ദുരന്താന്നാണ് പറയാം. ആ നേരം കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ അടുത്ത് ഞാനൊരു കാര്യപ്പെട്ട ആൾ, ഒരു ഏതോ യൂണിവേഴ്സിറ്റിൻ്റെ ചാൻസലർ, വൈസ് ചാൻസലറൊക്കെയാണ്, ഇവർ പറയുന്നുണ്ട് സ്വന്തം കുടുംബത്തിലെ അനുഭവം പറയുന്നുണ്ട് അയാൾ. എന്താ, ആ കുട്ടി ഇങ്ങനെ മോശപ്പെട്ട കൂട്ടുകെട്ട് പെട്ടിട്ട് ലഹരിൻ്റെ അടിമയായി. അപ്പോൾ അവിടെ പഠിക്കുന്ന അടുത്ത പ്രിൻസിപ്പാൾ പറഞ്ഞ് കുട്ടീനെ കൊണ്ടുപോകണം, പ്രശ്നമുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ അവനെ ആക്കി. പക്ഷേ ഓനാ നേരം വരും കിട്ടിയില്ലെങ്കിൽ തട്ടിക്കയറുകയാണ് ഉമ്മാൻ്റെ നേരെ പാപ്പാൻ്റെ നേരെയൊക്കെ. അവസാനം ഇയാൾ പറയാണ്, എൻ്റെ അനുജൻ്റെ കുട്ടിയാണത്, ഞാൻ വൈക്ക് യാത്ര ചെയ്യുമ്പം എനിക്ക് ഫോൺ ചെയ്തു, എൻ്റെ മകൻ കത്തിയായിട്ട് എൻ്റെ നേരെ വന്നു എന്ന്. അതൊക്കെയാണ് ഇതിന് ശീലമായ ആൾക്കാർക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ച് പിടിക്കുകയാണ്. ചിലരുടെ ഓരോരുത്തർക്ക് ഓരോ ദുർബലമായ പോയിൻ്റ് ഉണ്ടാവില്ല, അത് വെച്ച് പിടിക്കുകയാണ് ഇവർ. ചിലർ നന്നാവാത്തതിൻ്റെ കാരണം തന്നെ എന്താ പറയുക, നിങ്ങൾ ഓരോ കൂട്ടത്തിൽ ചേർന്ന് നന്നായി ജീവിക്കേണ്ടി വരും. അവിടെ അത് പറ്റൂല, ഇത് പറ്റൂല, പിന്നെ ആ വേഷം ശ്രദ്ധിക്കണം, മറ്റേ ശ്രദ്ധിക്കണം, തൽക്കാലം ഇപ്പം അങ്ങോട്ട് പോകണ്ട അറിയും, അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്ന മാതിരി ഇവിടെ അവിടെ പോകാൻ മുസ്ലിംമാറിന് എളുപ്പമുള്ള വിഷയമല്ല. നമ്മളിത് ശീലിച്ചൊക്കെ ഒഴിവാക്കണം. വ്യഭിചാരം പറ്റൂല, കള്ള് പറ്റൂല, ഇങ്ങനെയൊക്കെ പറ്റൂല. അപ്പോൾ പറയാം, കള്ള് പറ്റൂലേ പറ്റൂല, എനിക്ക് വേണ്ട, കള്ള് വേണ്ട, മാത്രമല്ല ബുദ്ധിനെ നശിപ്പിക്കണതാണ്, ആ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അവിടെയും തോറ്റപ്പോൾ ഇനി ജയിച്ചേ മതിയാവും. ഒരടുത്ത പോയിൻ്റ് കയറി. ഇതിലൊക്കെ പാട് ചർച്ച ചെയ്തൊരു വലിയൊരു ഫണ്ട് ശേഖരിക്കുകയാണ്. 100 ഒട്ടകം കൊടുക്കുകയാണ്. 100 ഒട്ടകം തരാറാണ്. വന്നെടുത്തേക്ക് തിരിച്ചു പോകണം. പക്ഷേ 100 ഒട്ടകമോ അങ്ങനെ തരുമോ? തരും. എന്നാൽ ഞാൻ ആലോചിക്കാറുണ്ട്, 100 ഒട്ടകം കിട്ടിയാൽ അയാൾ ഉണ്ടാക്കിയ കവിതയൊക്കെ അയാൾ ഒഴിവാക്കിയിട്ട് അയാൾ മടങ്ങിപ്പോവാണ്. നാട്ടിലെത്താൻ നേരം അയാൾ ഒട്ടക്കപ്പുറത്ത് വീണ് മരിച്ചു പോയി എന്നാണ് അയാളെ ചരിത്രം, ഈ ആശൻ്റെ ചരിത്രം പറയണത്. ഇപ്പം ഏതുമില്ലാതെയായി, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ആയിഷനെ മോശമാക്കിയൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഇന്ന് ഓരോരുത്തർ ഈ മുസ്ലിം സമൂഹം മൊത്തത്തിൽ എടുത്ത് നോക്കിയാലും അവർക്ക് 100 ഒട്ടകമൊന്നും വേണ്ട. അന്ന് 100 ഒട്ടകം അതിന് സമാനമായിട്ട് 100 കാറ് എന്നൊക്കെ പറയാവുന്നതാണ് കേട്ടോ. അന്ന് അവരുടെ വാഹനം അതാണല്ലോ. ഇതൊക്കെ കിട്ടിയാൽ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ പോകാത്തവർ ആരെങ്കിലും ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഷഹാത്ത് ചോദ്യം ചെയ്യപ്പെട്ടാൽ ആരാണ് പിടിച്ചു നിൽക്കുക. എന്നാൽ ഖിയാമത്തിൻ്റെ അടുത്താണ് ചെറിയ ഇതൊന്നും വേണ്ട, 100 ഒട്ടകം 2 വളരെ ചുരുങ്ങിയ മതി. എനിക്കറിയാം ഒരാൾ, നമ്മുടെ ഒരു സജീവമായ ആളായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത ആൾ. വേറെ കൂട്ടർ ഓരോ പിടിച്ചിട്ടോ ജില്ലൻ്റെ വൈസ് പ്രസിഡൻ്റ് ആക്കി. അതോടുകൂടി ഇവർ അങ്ങോട്ട് ഇവരിലൊക്കെ പോയി ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ മതി. അതും വേണ്ട, ചിലർക്ക് ഉദയത്തിൻ്റെ അറച്ച് കിട്ടിയാൽ മതി. നിങ്ങൾ ആലോചിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു നമ്മൾ പേര് കൊണ്ട് മുസ്ലിം ആവുന്നില്ല, വെറുതെ പറയാം. ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യണമൊക്കെ ഓരോരുത്തരിങ്ങനെ പറയില്ലേ, അത് പേര് കൊണ്ട് മുസ്ലിം ആവുന്നത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പറയാണ്.
മുസ്ലിമിൻ്റെ പേരിട്ടത് കൊണ്ടോ ബാപ്പിമ്മി മുസ്ലിം ആയതുകൊണ്ടൊന്നും ഒരാളും മുസ്ലിം ആവില്ല. അത് ദീന് പഠിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും. അപ്പോൾ മോമിനുകളായ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നബി തിരുമേനി പോലും പ്രാർത്ഥന വർദ്ധിപ്പിച്ചിരുന്ന ചില പ്രാർത്ഥനകളുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെങ്ങനെ മാറ്റിമറിക്കുന്ന അള്ളാഹു, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ. ഇത് നമ്മളെ പഠിപ്പിക്കാനാണ്. ദീനിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ ഉറച്ചു നിൽക്കണം. പലരും ദീനിയായിട്ട് ഉഷാറുണ്ടാവും, നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പുണ്ടാവും, പക്ഷേ കുട്ടികളും മോശം പറയും. പക്ഷേ കുട്ടികളും മോശമാവാതിരിക്കാനുള്ള ഒരു എളുപ്പവഴി എന്താ പറയുക, നിങ്ങൾ പല വഴിയുണ്ട്. ഒന്ന് നമ്മൾ നന്നാവലാണ്. അതിലൊരു വഴി അതാ, നമ്മൾ നന്നാവുക. കാരണം മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന മക്കളുടെ വിഷയത്തിൽ കേട്ടില്ല. സൂറത്ത് കഹ്ഫിലെ ഒരു വചനം, അതിൽ 2-3 അത്ഭുതകരമായ കഥകളുണ്ട്. അതിലൊന്ന് എന്താ പറയുക, മൂസാ നബി ഖിളിർ നബി ഇങ്ങനെ പോകുമ്പോഴുള്ള കഥയാണ്. അതിലൊരു സ്ഥലത്ത് ചെന്നു, ഒരു ഗ്രാമത്തിലോട് ചെന്നു, വിശന്ന് വലിഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് ഭക്ഷണം ചോദിച്ചു, അവർ കൊടുത്തില്ല. അവിടുന്ന് ആട്ടി വിടുകയാണ്. അപ്പം മടങ്ങി പോരുമ്പോണ്ട് അവിടെ ഒരു മതിൽ തകർന്ന് കിടക്കണം. അത് നിർമ്മിക്കുകയാണ്. പറഞ്ഞിട്ട് മൂസാ നബിനെ വിളിച്ചിട്ട് ഈ മതിലിൻ്റെ പണിയെടുക്കുകയാണ്. അപ്പോൾ മൂസാ നബിക്ക് ആകെ ദേഷ്യം പിടിച്ചു. വിശന്ന് നിനക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി തരാത്ത ആൾക്കാരെ മതിൽ കെട്ടി കൊടുക്കണം, എന്ത് പരിപാടിയാണിത് എന്ന് പറഞ്ഞപ്പോൾ ഖിളിർ നബി മതി ഇനി നമ്മളുമായിട്ടുള്ള യാത്ര വേണ്ട, ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നാൽ സഹിക്കാൻ പറ്റില്ല. എന്നിട്ട് അവസാനം പറഞ്ഞിട്ട് എന്താണെന്നറിയോ, ആ മതിലിൻ്റെ താഴെ ഒരു നിധിയുണ്ട്, അതുപോലെ വാപ്പ മരിച്ചിട്ടുണ്ട്, എത്തിയും കുട്ടികളുടെയാണ്, അത് പുറത്ത് കണ്ടാൽ അത് പോകും, അത് സംരക്ഷിക്കണം. അതുകൊണ്ട് ആ കുട്ടിക്ക് ആ ഭാഗ്യം കിട്ടി. എന്താ കാരണം, വക്കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ പിതാവ് നല്ലൊരാളായിരുന്നു എന്ന് പറഞ്ഞു. മരിച്ചുപോയ പിതാവ് നല്ല ആളായപ്പം അതിൻ്റെ സംരക്ഷണം ഉള്ള മക്കൾക്കും കൂടി കൊടുക്കുകയാണ്. ഇത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറയാം, മക്കൾ നന്നാവണമെങ്കിൽ ഒന്നാമതായി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം നമ്മൾ നന്നാവുക എന്നാണ്. ഇമാം ഹസൻ ബസ്രിയൊക്കെ പറയണ, ഞാൻ സുന്നത്തൊക്കെ ചിലപ്പോൾ കൂട്ടും, ചില സുന്നത്തൊക്കെ അധികം എടുക്കും, എന്നിട്ട് എൻ്റെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അറിയും ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ പരാതി, ഏത് മദ്യപിക്കുന്ന ആളും മക്കൾ മദ്യപിക്കണം ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയായിട്ട് കാര്യമില്ല, നമ്മളാദ്യം ഉഷാറാകുക, അപ്പം മക്കളിലേക്ക് കുറേ വരും. തുടക്കത്തിലൊക്കെ മാറില്ല, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് അള്ളാഹു സ്വീകരിക്കും. കാരണം ഉത്തരം കിട്ടുന്ന ചില പ്രാർത്ഥനകളിൽ വന്നതാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ആൾക്കാരാകുമ്പോൾ നല്ല ആൾക്കാരായിരിക്കുമല്ലോ മിക്കവാറും. അപ്പോൾ നമ്മൾ നന്നാവും, ഈ ജാതി ഫിത്നകളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് പിൽക്കാലത്ത് വരുന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർ നേരം വെളുത്താൽ മൂമിനായിരിക്കും, വൈകുന്നേരമാകുമ്പോൾ ഗാഫറായിട്ട് ഇങ്ങനെ വരും. എന്തോ ചെറിയ എന്തോ കിട്ടിയിട്ടുണ്ടാവും. അതാ യബിയു ദീനവും ബിയർലിമിന ദുനിയാവിൽ ചെറിയ എന്തോ, ഞാൻ ഇവിടെ പറഞ്ഞ 100 ഒട്ടകം മറ്റൊന്നും വേണ്ട, ചെറിയ എന്തോ കിട്ടിയാൽ മതിയാവും. ഓലെന്ത് ചെയ്യും, ദീന് വിടും. അപ്പോൾ അവരൊക്കെ ഇതാണ് കല്ലാബൽ തൊഹിബുലാജിലൊക്കെ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കണേ. ഇപ്പോൾ തദറുലാഹ്റ പരലോകം ഒഴിവാക്കുകയാണ്. പരലോകത്തിൻ്റെ വിഷയം ശ്രദ്ധിക്കുകയാണെങ്കിലോ നമുക്കൊരു മഹാലോകമാണ്. ചെറിയ കാര്യത്തിൻ്റെ മഹാപ്രതിഫലമാണ് ഇവിടെ ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഈ നോക്കി വേറെ ഫിത്തിനെ പറ്റി നബി തിരുമേനി, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്, അതൊക്കെ നടക്കുന്നതാണ്. എന്തെങ്കിലും ഐഹികമായി ചെറുതൊന്ന് കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാറ്റടിക്കണേന്ന് വെച്ചാൽ അങ്ങോട്ട് പാറ് ഇങ്ങോട്ട് പാറ്, അതിലൊന്നും പറ്റില്ല. ശരിക്ക് ദീന് ഇവിടെ ആദ്യം തന്നെ എന്നൊരു നിലപാട് ദീൻ്റെ വിഷയത്തിൽ. എന്താ നിലപാട്? ഏതൊരു വിഷയം വിശുദ്ധ ഖുർആൻ സ്വഹീഹ് ഹദീസ് എന്താ വന്നാൽ അവിടെ തന്നെ നിൽക്കുക. അതിനെതിരെ ലോകം വന്നാലും ആര് വന്നാലും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അംർ മൈമൂൻ എന്ന ഒരു താബിയിനോട് പറഞ്ഞത്, അൽ ജമാ എന്ന സ്വർഗത്ത് പോണ കക്ഷിക്ക് അൽ ജമാ എന്ന് പറയുമല്ലോ, 70-ൽ പരം കക്ഷികളുണ്ടാകുന്നുണ്ട്, ഒന്ന് മാത്രം സ്വർഗത്ത് പോണ അൽ ജമാഅത്ത്. അദ്ദേഹം പറഞ്ഞെന്താണ്, അത് നീ സത്യത്തിൽ നിൽക്കാനാണ്. വൈൻ കുൻത വഹദക്, നീ ഒറ്റക്കാണ്. ചില കാലത്ത് എല്ലാവരും വഴി തെറ്റിപ്പോയി, നീ മാത്രം സത്യത്തിലുള്ളെങ്കിൽ എനിക്ക് തോന്നണ്ട. അപ്പോൾ ഞാൻ മാത്രം എങ്ങനെയാണ് ഇതിലുണ്ടാകുക? എനിക്ക് ബോധ്യമായിട്ടുണ്ട്, ഖുർആനിലും ഇങ്ങനെയാണ്, ഹദീസിലും ഇങ്ങനെയാണ്, പൂർവികർ മനസ്സിലാക്കുക അങ്ങനെയാണ്. പിന്നെ അതിനെതിരാണ് ആൾക്കാർ മുഴുവനും ഒഴുകുന്നത് കാലത്തിനനുസരിച്ച്. അതിനയക്ക് നിൽക്കണ്ട, നീ അൽജമാഅത്താണെങ്കിൽ അതിൽ ഉറച്ച് നിന്നോ എന്ന് പറയണം. അപ്പോൾ ഹക്കിൽ നിൽക്കുക, അതിൽ ഉറച്ച് നിൽക്കണം. നമ്മുടെ ഹക്ക് അറിയും വേണ്ട. അപ്പോൾ ഹക്ക് അറിയണം. അല്ലാതെ ചില ആൾക്കാരൊക്കെ അവരാണ് ഭൂരിപക്ഷട്ടോ എന്നറിയും, വേറെ ചില ഓലെ വേഷം കണ്ടില്ലേ എന്നറിയും. അവരെ വേഷം കണ്ടില്ലേ, ചിലതൊക്കെ അങ്ങനെ പറയാം. ഓല സൗന്ദര്യം കണ്ടാൽ തന്നെ ഓല തന്നെ ശരി തോന്നുന്നറിയും ചില ആൾക്കാർ. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലത് പല പാർട്ടിയൊക്കെ ഭിന്നിക്കുകയാണെങ്കിൽ ആരാണ് സൗന്ദര്യമുള്ള ആൾക്കാർ എവിടെയാണ്, സാമ്പത്തികമുള്ളത് എവിടെയാണ്,
വേറെ പണ്ടേ പറയണത് അങ്ങനെ ഉണ്ടെങ്കിൽ അതാരാണ്? പല മാനദണ്ഡവും. മുസ്ലിമിനൊരൊറ്റ മാനദണ്ഡമുള്ളൂ, കിതാബും സുന്നത്തും. അതാണ് നമ്മുടെ മാനദണ്ഡം. അത് വിട്ടാൽ പോയി. കാരണം അങ്ങനെ പറഞ്ഞു, 2 കാര്യം വിട്ടു പോയിട്ടുണ്ട്. അത് മുറുകെ പിടിക്കുന്നിടത്തോളം കാലങ്ങൾ വഴി പിഴക്കൂല. അതിൽ മുറുകണം. കാരണം പല കക്ഷികളും വരും. അതല്ല 73 പറഞ്ഞ് മുമ്പുള്ള കക്ഷികളെക്കാൾ കൂടുന്നതാണ്. ജൂതന്മാരെ മറികടക്കും, നസ്രാനികളെ മറികടക്കും ഈ ഉമ്മത്ത്. അത് നബിൻ്റെ പ്രവചനമാണ്. അത് സംഭവിച്ചിട്ടില്ലേ? അത് പ്രവചിച്ചതാണ്. അതിവിടെ അങ്ങനെ ഭിന്നിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇടങ്ങാറാണ്ട. നമുക്ക് ഇസ്ലാം സത്യമാണെന്നുള്ളതിനെ ബോധ്യപ്പെടുത്തലാണ്. നേരെ മറിച്ച് നബി ഭിന്നിക്കൂല എന്നാണ് പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് പറയാം, എന്ത് ഇത് ഭിന്നിച്ചു, അവൻ നബി പറഞ്ഞ് ശരിയായിട്ടില്ലല്ലോ പറയാം. പക്ഷേ നബി പറഞ്ഞൊന്നും ശരിയാതിരിക്കില്ല. അതുകൊണ്ടാണ് ഇത് നന്നായി കക്ഷികളാകും. അപ്പോൾ നിങ്ങളിന്ന് ശ്രദ്ധിക്കണം. മാ അന അലൈഹില്യോ അസാബി, ഞാനും എൻ്റെ സഹാബികളും ഏതൊരു വിശ്വാസത്തിലും കർമ്മത്തിലും നിൽക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിൽക്കണം എന്നാൽ രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഫിതനകൾ വരും, പല കക്ഷികൾ വരും, മുസ്ലിം ലോകത്ത് പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അധികം ഫിത്തന നബി പറയാണ്, അതിൻ്റെ ഏരിയ പോലും പറഞ്ഞു കൊടുക്കുകയാണ്. അധിക ഫിത്തന എവിടെയാണ് വരിക അറിയോ? കിഴക്ക് നിന്നാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ ജസീറത്തുൽ അറബിൻ്റെ കിഴക്ക് ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്. അധിക ഫിത്തനകളും അവിടെ നിന്നാണ്. അത് അലാ ഇന്നൽ ഫിത്തന ഹാഹുന, അലാ ഇന്നൽ ഫിത്തന ഹാഹുന എന്ന് പറഞ്ഞിട്ട് നബി തിരുമേനി കിഴക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കുമ്പോൾ പണ്ഡിതന്മാർ അതൊക്കെ നോക്കി, റസൂലിൻ്റെ ഹദീസല്ല ശരിയെല്ലാവുള്ളൂ. പിൽക്കാലത്ത് ഫിത്തനകളൊക്കെ വന്നിട്ട് പോലും ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ഇവർ പറയാണ്, പണ്ഡിതന്മാർ പറയാണ്, അധിക ഫിത്തന നബി പറഞ്ഞ മാതിരി തന്നെ. അവലുൽ ഫിത്തൻ, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയണ വാചകം തന്നെ, ഇസ്ലാമിൽ വന്ന ആദ്യത്തെ ഫിത്തന കാനം അംബഹുഅ മിൻ ഖിബലിൽ മശ്രിഖ്, അത് കിഴക്കുന്നായിരുന്നു. ഫഖാന ദാലിക സബബലിൽ ഫുർഖ ബൈനൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് കാരണമായി. ആദ്യ ഫിത്തന കിഴക്ക് ഭാഗത്തുനിന്ന്, അത് ഇറാഖിൽ നിന്ന് വന്ന കാര്യം പറയണം. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഫമിനൽ ഇറാഖിൽ നിന്ന് ലഹറൽ ഖവാരിജ്, പിന്നെ ഖവാരിജികൾ വന്നു. ഫിത്തനയല്ലേ ഖവാരിജികൾ അപകടം പിടിച്ചിട്ടുണ്ട്. കാഫിര്യങ്ങളായ ഖവാരിജികളുണ്ട്. കാരണം ഓല് സഹാബികളൊക്കെ കാഫറാക്കുകയാണ്. അലി ബിൻ അബി താലിബിനൊക്കെ കാഫറാക്കുന്ന ടീമാണിവർ. അങ്ങനെ പലരും സഹാബികളെല്ലാം പലരും കാഫറാക്കുകയാണ്. പിന്നെ ഇറാഖിൽ നിന്നാണ് ഷിയാക്കൾ വന്നത്. റസൂൽ പറയാണ്, കിഴക്കുന്നാണ് ഫിത്തന വരിക, അത് തന്നെ സംഭവിക്കുക. അപ്പോൾ നബി പറഞ്ഞൊരു ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്താ സംഭവിച്ചതെന്ന് നോക്കണ്ടേ. അല്ല അതിനെ എതിർക്കാൻ പറ്റണോ വല്ലതും ഉണ്ടോ, അത് ബുദ്ധിക്ക് എതിരാണോ എന്നൊക്കെ എപ്പോൾ ചില ആൾക്കാർ നോക്കിയെടുക്കണേ. ഭയങ്കര അപകടം ഉണ്ടാകുക. പിന്നെ റാഫിലകൾ വന്നത് അവിടെ നിന്നാണ്. ബാത്തിനികൾ, കദിരികൾ, ജഹ്മികൾ, മുഅ്തസില, അങ്ങനെ കുറേ ടീമിനെ പരിചയപ്പെടുത്തും. ഒക്കെ കിഴക്കും തന്നെ. പിന്നെയോ കുറേ നമ്മൾ കേൾക്കാത്ത കുറേ ഉണ്ട്. സർദഷ്തിയ, മാനവിയ, മസ്ദക്കിയ, ഹിന്ദൂസിയ, ബൂദിയ, ഖാദിയാനിയ, ബഹായിയ. ഖാദിയാനികളൊക്കെ ജസീറത്തുൽ അറബിനെ കേൾക്കുന്ന വന്നത്. ഫിത്നകൾ അവിടുന്നൊക്കെ വരും. അവിടെ നിന്ന് മോമിനുകൾ ഉണ്ടാവില്ല എന്ന് പറയല്ല. ഫിത്നകൾ വന്നത് അധികവും ആ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇത് ആദ്യത്തെ ഫിത്ന എന്തേ പറഞ്ഞേ? ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞത് കിഴക്കുന്നാണ്, പ്രശ്നമൊക്കെ ഉണ്ടായ ആ ഭാഗത്തു നിന്നാണ്. അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെടുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെടുന്നത്, അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് റസൂൽ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആൾക്ക് അങ്ങനെ തന്നെ. ഉമർ ഖത്താബ് കൊല്ലപ്പെടും പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഫിത്തനയിലല്ല പറഞ്ഞത്, വേറെ രൂപത്തിലാണ് പറഞ്ഞത്. ഉമർ ഖത്താബിന് ഷഹീദ് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഉഹുദ് മൽമ കയറിയപ്പോൾ ഉഹുദ് മല നൽകി. അപ്പോൾ അവിടെ നബിയുണ്ട്, അബൂ സിദ്ദീഖുണ്ട്, ഉമർ ഖത്താബുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ റസൂൽ പറയാണ്, ഉസ്ബുദ് ഉഹുദേ, സമാധാനം ഇളകരുത് പറഞ്ഞു. അപ്പോൾ സമാധാനം, നിൻ്റെ മേലുള്ളത് ഇപ്പം ഒരു നബിയാണ്, ഒരു സിദ്ദീഖാണ്, ഒരു ഷഹീദാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖാരാണ്, ഉമർ ഖത്താബാണല്ലോ, അല്ല ഒരു സിദ്ദീഖ്. പിന്നെ ഷഹീദ് എന്ന് പറഞ്ഞു ഉമർ ഖത്താബിനെ പറ്റി. അപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയാവും എന്നുള്ളൊരു അറിയിപ്പേരുണ്ട്. അങ്ങനെ തന്നെ സംഭവിച്ചല്ല. അതുപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് പുറമെ ഇവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ അദ്ദേഹർക്ക് സമ്മതം ചോദിച്ചപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ഇതല്ലോ അതിന് സമ്മതം കൊടുത്തോളൂ. ബശ്ശിർ ബിൽ ജന, സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കുക. എന്നാൽ അമ്മ അഹ ബല ഉനിസീബ്, അദ്ദേഹത്തിന് പ്രതിസന്ധി വരും. അതിൻ്റെ മുമ്പുള്ള ആൾക്കാരൊന്നും അത് പറയാതെ
ആദ്യം ഒരു സിദ്ദീഖിന് സമ്മതം കൊടുത്തു, പിന്നെ ഉമർ ഖത്താബിന് കൊടുത്തു. പിന്നെ പറയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ പല ഭാഗത്തുനിന്നും വന്നു കൂടിയിട്ടാണ് അദ്ദേഹത്തെ വീട് വളഞ്ഞിട്ട് വധിച്ച് കളയണം. ഫിത്നൻ്റെ തുടക്കമാണത്. പിന്നെ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകാൻ കാരണം ഒരു കൂട്ടർ പറഞ്ഞു ആ കൊന്നവരെ നമ്മൾ ശിക്ഷിക്കണം, കണ്ടെത്തണം എന്നാണ്. ഒരു കൂട്ടർ അങ്ങനെ പറഞ്ഞു. മുആവിയ അബി സുഫിയാൻ്റെ നേതൃത്വത്തിലൊക്കെ നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി പറയുകയാണ് സഹാബികൾ ഭിന്നിക്കും, അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാകുന്നൊക്കെ ഇവിടെ പ്രവചനം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഇടങ്ങാറായിട്ടൊന്നും കാര്യമല്ല, ഒക്കെ സംഭവിച്ചതാണ്. ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇടങ്ങാറായിട്ട് പുസ്തകം എഴുതി തന്നെ ഉണ്ട്, ഇതൊക്കെ വെറുല്ലാത്ത കഥയാണ്, ഇല്ലാത്ത കഥയെന്ന് പറഞ്ഞിട്ട്. ഇതിങ്ങനെ ഇല്ലാത്ത കഥയാൽ ഈ ഭിന്നിപ്പും കാര്യമൊക്കെ നമ്മൾ കാണുന്നതുമല്ലേ. അപ്പോൾ കാലത്ത് തന്നെ പലതുള്ളത് സഹിയായി വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കല്ലാതെ. അങ്ങനെ മുആവിയ ഇബ്നു അബി സുഫിയാൻ, അതുപോലെ ആയിഷ ബീവി, പലരും പറഞ്ഞു. കാരണം സഹിക്കാൻ കഴിയാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞതേ സഹിക്കാൻ കഴിയില്ല. കാരണം ചിലർ കൊല്ലപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ, സാധാരണക്കാരൻ കൊല്ലപ്പെട്ടാൽ തന്നെ കൊല്ലപ്പെടുമ്പോൾ നമുക്ക് വല്ലാത്തൊരിതുണ്ടാവും, നിരപരാധി കൊല്ലപ്പെട്ടാൽ. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ പ്രത്യേകതകൾ നബിൻ്റെ 2 മക്കളെ വിവാഹം ചെയ്ത ആളാണ്, ദുന്നൂറൈനാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ തബൂക്ക് യുദ്ധത്തിൽ 300 ഒട്ടകം, പിന്നെ അതിന് വേണ്ടതൊക്കെ, അതിൻ്റെ ഒട്ടകക്കെട്ടിലും മറ്റതൊക്കെ 1000 സ്വർണ്ണ നാണയം. നബി തിരുമേനി പറഞ്ഞു മാ ലറ ഉസ്മാൻ മാ അമീല ബാദല്യോ, ഇതിന് ശേഷം ഉസ്മാൻ ഇത് തെറ്റ് ചെയ്താലും അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമാവില്ല എന്നാണ്. തെറ്റ് എന്നുള്ള രൂപത്തിൽ പറയില്ല, തെറ്റ് ചെയ്താലും അദ്ദേഹത്തിന് ഇനി ഒരു പ്രശ്നമില്ല, നേരെ സ്വർഗത്തിലേക്കാണ്. അദ്ദേഹം ദാനം ചെയ്ത് ഒന്നുകൂടി സാന്ദർഭ്യമായതുകൊണ്ട് പറയാണ് ബിഇറു റൂമ എന്നാണ്. ബിഇറു റൂമ മദീനയിൽ കുടിവെള്ളം കൃഷിക്ക് നനക്കാനൊക്കെ കാര്യമായ കേന്ദ്രമൊന്നുമില്ല. അപ്പോൾ അവിടെ നല്ലൊരു വെള്ളമുള്ളൊരു കിണറുണ്ട്, അതാണ് ഈ ഒരു വ്യക്തിൻ്റെതാണ്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് തീർന്നില്ല, പൊതുവാക്കണില്ല, മുമ്പൊരു പൈസക്ക് വിൽക്കുകയാണ് വെള്ളം, അത് തരൂല പറഞ്ഞു. അപ്പോൾ റസൂല് പറയാണ് ആരാപ്പം അതൊന്ന് വാങ്ങാം, അപ്പം വലിയ വില കൊടുത്താൽ കിട്ടുമായിരിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്താ വേണ്ടി ചോദിച്ചു. അയാൾ പറഞ്ഞ വില കൊടുത്ത് അതാണ് വാങ്ങിയിട്ട് മുസ്ലിങ്ങളെ മേലെ വഖഫാക്കി. ഈ ബിഇർ റൂമ ഒരു അത്ഭുതമാണ്. പണ്ഡിതന്മാരെന്ന് പറയും, നിങ്ങളെന്തെങ്കിലും അടിച്ചു വയ്ക്കാൻ പറ്റില്ല. ബിഇർ റൂമ അത് ഇന്നും നിലനിൽക്കും. ഇന്ന് 1446 ഇന്നും അന്ന് അദ്ദേഹത്തിൻ്റെ സ്വതക്കത്തും ജാരിയ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ സൗദി അറേബ്യയിൽ പ്രത്യേകം മധുരമൊക്കെ കെട്ടിയിട്ട് ബിഇർ റൂമ നല്ല വെള്ളമുള്ള ഇപ്പോഴും അവിടെ പരിസരങ്ങളിലേക്ക് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇഖ്ലാസിൻ്റെ ഒരു കട്ടിയൊക്കെയാണ് നിങ്ങളെ കൊടുത്തതിൻ്റെ, അതാണ് അത്രയും നിലനിൽക്കുന്നത്. സഹാബികൾക്കും മിക്ക സഹാബികൾക്കും വഖഫ് ഉണ്ടായിരുന്നാ പറയാം. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് കഴിഞ്ഞ കൂലി ഇങ്ങനെ വരുന്നതാണല്ലേ സദഖത്തും ജാരിയ എന്നറിയണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല മക്കളവിടെ നിക്ഷേപിച്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ നല്ല ഇൽമു ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു, അതിനനുസരിച്ച് നന്നാകും, അല്ലെങ്കിൽ സദഖത്തും ജാരിയ എന്ന്. അപ്പോൾ ആ ചെയ്തത് ബിഇർ റൂമ ഇന്നും ഉണ്ടാവുക. അവിടെ വലിയ പോസ്റ്റർ കാണും, വലിയ ബോർഡ് ബിഇർ റൂമ, അവിടെ വെള്ളവും കാര്യമൊക്കെ കാണും. അത് സംരക്ഷിക്കും കൂടിയാണ് സൗദി ഗവൺമെൻറ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ് വീട്ടിൽ തടിഞ്ഞു വെച്ചിട്ട് അവർ നിഷ്കരുണം കൊന്നു കളഞ്ഞത്. ഒരു കൂട്ടർ പറഞ്ഞു ഈ വേറൊന്നും നോക്കാനുള്ള, ഇനി ഭരണാധികാരിനെ തിരഞ്ഞെടുക്കലൊന്നും നല്ല വിഷയം. കാരണം 3-ാം ഖലീഫ കൊല്ലപ്പെട്ട അടുത്ത ആൾ തിരഞ്ഞെടുക്കണം. പക്ഷേ അതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഘാതകരെ കൊല്ലുക, പിടിക്കുക, ശിക്ഷ കൊടുക്കുക. അപ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ആലോചിക്കണം. ഇപ്പോൾ ആരൊക്കെയാണ് ഘാതകർ, മറ്റൊക്കെ ഇതിലും സമാധാനമാവട്ടെ. വാസ്തവത്തിൽ ഇത് 2 കക്ഷികളാവാനുള്ള കാരണമാണ് ഇത്. അങ്ങനെയാണ് പിന്നെ 2 യുദ്ധങ്ങൾ തന്നെ നടക്കണം ഇസ്ലാമിക ലോകത്തുങ്ങളറിയാം. ഒന്ന് ജമൽ യുദ്ധം എന്നറിയും, ഒന്ന് ജമൽ യുദ്ധം, മറ്റൊന്ന് സിഫീൻ യുദ്ധം. സഹാബികളൊക്കെ ഉള്ള കാലത്ത് നടക്കുന്ന യുദ്ധമാണിത്. ആ കാലത്ത് തന്നെ ഫിത്തനുണ്ട്. ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ ഇടങ്ങാറായിട്ടും കാര്യമല്ല. നമ്മുടെ ഓരോരുത്തരും അവനവൻ്റെ കാര്യം സേഫാക്കുക എന്നറിയില്ലേ. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുക, എല്ലാ കൂടിയും പ്രശ്നം തീർന്നിട്ട് നമുക്ക് നന്നാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാകും. പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം. അതൊക്കെ ഇല്ലാത്ത ലോകം വരാനിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായെന്ന് നിങ്ങൾ ഇവിടെ ജമൽ യുദ്ധം, അതിലും കൂടി ഞാനൊരു 1-2 കാര്യം പറഞ്ഞ് ഞാൻ നിർത്തിട്ടോ. ഇത് അലി ഇബ്നു അബി ത്വാലിബ്
ഒരു ഭാഗത്ത്, ആയിഷ ബീവിയും തൊല്ലയൊക്കെ വേറെ ഭാഗത്ത്. പ്രഗത്ഭരാണ് രണ്ട് ഭാഗത്ത്. ഇതിനെപ്പറ്റി അലി ബിൻ അബി താലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുമ്പ് നബിയുള്ള കാലത്ത്, സയക്കൂന് ബൈനക വ ബൈന ആയിഷ അമ്ർ, നിനക്കും ആയിഷക്കും എതിരെ ഇടയിലൊരു കാര്യം വരാണ്ട് കിട്ടോ എന്നാണ്. നിങ്ങൾ ആലോചിക്കുകയാണ്, എന്തൊരു സംസാരമാണ് ഇതൊക്കെ. അപ്പോൾ അലിക്ക് ഭയങ്കര പ്രയാസമായി. അന യാ റസൂലല്ലാ, എനിക്കും ആയിഷ ബീവിക്കും എതിരെ പ്രശ്നം വരിക, ഞങ്ങൾക്കിടയിൽ പ്രശ്നം വരിക. കാല നാം വരും. ഫാന അഷ്കാവ്, അപ്പോൾ ഞാൻ ഏറ്റവും മോശപ്പെട്ട ആളായിരിക്കുമല്ലേ ആ നേരം. ആയിഷ ബീവി ഉള്ളപ്പോൾ നബിയുടെ ഏറ്റവും അടുത്തുള്ള ഒരാൾ. അപ്പോൾ ഞാൻ തെറ്റിപ്പോയി, അതാണോ പറയണത്? കാലല, ഇല്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. വലാക്കിൻ ഇതാക്കാൻ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ഫർദുദ ഇലാ മഅ്മനിഹ, അവളെ നീ അവളെ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക. നല്ലവർക്ക് പ്രശ്നം വരും നിങ്ങൾക്കിടയിൽ. അങ്ങനെയാണ് രണ്ട് സൈന്യം. ഒന്ന് ആയിഷ ബീവി ഉണ്ട്, അവിടെ തൊലഹത്തുണ്ട്, സുബൈറുണ്ട്, ഒക്കെ അവർ പുറത്ത് അലി ബിൻ അബി തോലും കുറേ കൂട്ടരും. അങ്ങനെയാണ് അവർക്കിടയിൽ ജമൽ യുദ്ധം സംഭവിക്കുന്നത്. കാരണം യുദ്ധം നടക്കുമ്പോൾ പിന്നെ സഹാബികൾക്കൊന്നും യുദ്ധം ഉണ്ടാകാൻ ഒരു പൂതിയില്ല. പക്ഷെ പിന്നെ അത് കയ്യിലെടുക്കുന്നത് ഇവരായിരിക്കില്ല, വേറെ പലരും ഇരിക്കും. പിന്നെ നേതാക്കൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് വരും. ഫിത്ന പൊട്ടിപ്പുറപ്പെട്ടാൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ കക്ഷികളായി മാറും. പിന്നെ അത്ര വിവേകം ഉണ്ടെങ്കിൽ ആ വിവേകത്തിന് ഒരു വില ഉണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവരാരും യുദ്ധം വിചാരിച്ച് പോയല്ല. തൊൽഹ പോകുന്നുണ്ട്, സുബൈർ റളിയല്ലാഹു ആയിഷയൊക്കെ പോകുന്നുണ്ട്. മുസ്ലിങ്ങളുടെ പ്രശ്നമുണ്ട്, ഒരു മസലത്ത് ഉണ്ടാക്കാൻ പോവുമോ എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷേ അങ്ങനെ പോകുന്ന വഴിക്ക് ആയിഷ ബീവി കേട്ടു ഒരു ശബ്ദം. എന്താണെന്ന് പറയുക, നായ്ക്കൾ കുരക്കുന്നതാണ് കേട്ടത്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ മടങ്ങിപ്പോവാണെന്നാണ്. അവൻ്റെ നായ്ക്കൾ കുരക്കണീന് മടങ്ങിപ്പോണത്. ഒരു പറയും, മാ അളുനി ഇല്ലാ റാജിയ. അപ്പോൾ സുബൈർ ബിൻ അവ്വാം പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ ജനങ്ങൾ ഈ മസലത്തിലേക്ക് വരും, നമ്മൾ പോകും, അതുവരെ വന്നില്ലേ, അതുകൊണ്ട് മടങ്ങിപ്പോവില്ലേ. പക്ഷെ ഇവർ പറയണം, ഞാൻ മടങ്ങുകയാണ്. കാരണം നബി ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കൈഫ ബിഹിദാക്കുന്ന, നബി തൻ്റെ ഭാര്യമാരോട് പറയണം, നിങ്ങളിൽ ഒരുത്തി ഇതാ നബഹത്ത് ഹ കിലാബുൽ ഹൗ അബ്, ഹൗ അബ് എന്ന സ്ഥലത്തെ പട്ടികൾ കുരക്കും അവരോട്. അപ്പോൾ എങ്ങനെയുണ്ടാവും എന്നാണ് ചോദിക്കണേ. അപ്പോൾ ഹൗ അബ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവരെത്തിയത്. മസലത്തുണ്ടാക്കാൻ പോവുകയാണ്. അലി ബിൻ അബി താലിബിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കുറേ കൂട്ടർ അവിടെയുണ്ട്, പുറത്ത് കുറേ ഇവിടെയുണ്ട്. അപ്പോൾ മസലഹത്ത് വേണം. അപ്പോൾ ഹൗ അബ് എന്ന സ്ഥലത്ത് പട്ടികൾ കുരക്കുന്നുണ്ട് ആയിഷ ബീവിനെ കണ്ടപ്പോൾ. അപ്പോൾ റസൂൽ തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയ്യത്തു കുന്ന സ്വാഹിബത്തുൽ ജമൽ അൽ അദ്ബബ്, ആ ധാരാളം മുഖത്ത് രോമങ്ങളുള്ള ആ ഒട്ടകത്തിൻ്റെ ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? തഹ്റുജ്, അവൾ പുറത്തു പോകും. ഇന തംഹു ആ കിലാബുൽ ഹൗ അബ്, ഹൗ അബിലെ പട്ടികൾ കുരക്കുമ്പോൾ. യുക്തലുൻ യമീനി ഹവാൻ ഷിമാലിഹ ഖത്ല കസീറ, അവരുടെ ഇടതും വലതും ഭാഗത്ത് ഒരുപാട് പേർ കൊല്ലപ്പെടും. ഒത്തഞ്ചു അവസാനം അവർ രക്ഷപ്പെടും. ആ രക്ഷപ്പെടുന്ന ആൾ ആരാണ്? ഇത് ആയിഷാബി മുമ്പ് നബി പറയണത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഹൗ അബിലെത്തിയിട്ടുണ്ട്, പട്ടികൾ കുരക്കണമുണ്ട്. ഞാൻ പോവുകയാണ്, ഞാൻ തിരിച്ചു പോവുകയാണ്. പക്ഷെ കൂടെ വന്ന ഒരു പ്രഗത്ഭരാണ് സുബൈർ ബിൻ അവ്വാം. തൊലഹത്ത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന രക്തസാക്ഷിനെ കാണണോ ചോദിച്ചു നബി ഒരുക്കെ. അപ്പോൾ എല്ലാവരും അതാ തൊലഹത്താണ്. കാരണം നബിൻ്റെ പേര് ഹുദിത്വത്തിൽ വരുന്ന അമ്പുകളൊക്കെ നബിക്കിങ്ങനെ നിന്നിട്ട് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ആളാണ്. ഇങ്ങനെയുള്ള പ്രഗത്ഭർ അവരൊക്കെ ഇപ്പുറത്തുണ്ട്. നിങ്ങൾ നമ്മുടെ ഒരു മസലത്തിനല്ല പോകണം, നിങ്ങൾ ഉണ്ടായാൽ നന്നാവുമായിരിക്കും. അവസാനം അവരെ സമ്മർദ്ദത്തിന് വഴങ്ങി പോയല്ലേ മതിയാവും. നബി ഇത് പ്രഖ്യാപിച്ചതല്ലേ, അങ്ങനെ സംഭവിക്കും. അതാണ് റസൂലിൻ്റെ പ്രവചനം. ഒരു പോയി, കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു, ഒരുപാട് ആൾക്കാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സഹാബികളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ യുദ്ധത്തിൽ. ആയിഷ ബീവിനെ കണ്ടപ്പോൾ അലി ബിൻ അബി താലിബ് ഓടി വന്ന്, പണ്ട് പിന്നെ നബി പറഞ്ഞ ഓർമ്മയല്ലോ, നല്ല ആദരിച്ചിട്ട് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ തൊലഹത്തുണ്ട്, നടക്കുന്ന രക്തസാക്ഷി നബി പറഞ്ഞ ആൾ. അപ്പോൾ ആ രക്തസാക്ഷിനെ അലി ബിൻ അബി താലിബ്, പ്രത്യക്ഷത്തിൽ എതിരാളിയെ എന്നല്ല പറയാമോ, എതിരാളിയല്ല എന്നുള്ള തെളിവാണിത്. അലി ബിൻ അബി താലിബ് അദ്ദേഹം മടിയിലും കിടത്തി. എന്നിട്ട് മസഹത്തുറാമൻ വജി, മുഖത്തു നിന്നൊക്കെ മണ്ണൊക്കെ നീക്കി. എന്നിട്ട് അലി അദ്ദേഹത്തോട് പറയാണ്, അസീസുൻ അലയ്യ നറാക്ക മുജദ്ദലൻ തഹ്ത നുജൂമിസ്സമ അബാ മുഹമ്മദ്. മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്. തൊലഹത്തിനെ വിളിച്ച് പറയാണ്,
ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് താഴെ ഇങ്ങനെ ഛേദിക്കപ്പെട്ട് നിങ്ങളെ കാണുന്നതിൽ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അപ്പോൾ ബക്കാരി എന്നിട്ട് അലീബിൻ അബി ത്വാലിബ് ഇങ്ങനെ കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദിത്തു അന്നി മിത്തു ഖബ്ല ഹാദാ ബിശ്രീന സന, ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ 20 കൊല്ലം മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ. അപ്പോൾ എതിരാളികൾ എന്ന നിലക്ക് വിചാരിക്കാവുന്ന അപ്പുറത്തുള്ളൊരാൾ മരിച്ചതിനാണ് ഇപ്പോൾ ഈ പറയണത്. നിങ്ങൾ കൊല്ലപ്പെട്ടതിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് 20 കൊല്ലം മുമ്പ് ഞാൻ ജീവിച്ചു. അപ്പോൾ ആ സഹാബികളൊക്കെ ശുദ്ധന്മാരാണ്. അതുകൊണ്ടാണ് ഈ ഫിത്നയിൽപ്പെട്ട സഹാബികളെ പറ്റി നമ്മൾ മോശമായിട്ടൊന്നും പറയാൻ പാടില്ല അറിയണേ. എന്നൊക്കെ ഉണ്ട്, സഹാബികളെ മോശമായിട്ട് എഴുതുന്നവരും പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്. കാരണം പ്രശ്നക്കാരൊക്കെ ഫിത്നക്കാരാണ്. പുതിയ പുതിയ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഒരിക്കൽ പ്രശ്നം ഉണ്ടാകാൻ പോതില്ല. ഇതുപോലെ അദ്ദേഹം ഈ ത്വൽഹത്തിൻ്റെ തന്നെ മകനുണ്ട്, മുഹമ്മദ് ബിൻ ത്വൽഹ. അദ്ദേഹം നല്ല ഇബാത്തൊക്കെ ഉള്ള ആളാണ്, സജ്ജാ എന്നുള്ള ആൾക്ക് അറിയപ്പെട്ടു. പിന്നെ നന്നായി സുജൂദ് ചെയ്യുന്ന ആൾ. അദ്ദേഹത്തെയൊക്കെ കണ്ടു. അദ്ദേഹത്തിന് കരച്ചിൽ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം നിന്നത് പറയുന്നുണ്ട്. ആ കൂട്ടം സുബൈർ ബിൻ അവ്വാം. നിങ്ങൾ ആലോചിക്കുകയാണ്, നബി തിരുമേനി പറഞ്ഞില്ല, ഇന്നലി കൊല്ലി നബിയൻ ഹവാരിയൻ, എല്ലാ നബിക്കും ഒരു ഹവാരിയുണ്ട്, ഒരു പ്രത്യേക സഹായി. എൻ്റെ ഹവാരി സുബൈറാണ്. ഈ ഓരോ സഹാബികളും മഹാ അത്ഭുതങ്ങളാണ്. ഓരോ സഹാബികളും. ആ സുബൈറാണ് കൊല്ലപ്പെട്ടത്. ഏത്? ജമൽ യുദ്ധത്തിൽ. അങ്ങനെ സുബൈറിനെ കൊന്നൊരുത്തൻ, അയാളുടെ പേര് ഇബ്നു ജർമൂസ് എന്നാണ്. അയാൾ ഭയങ്കര ഊറ്റത്തിൽ അലീബിൻ അബി താലിബിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ കൊന്നു എന്ന് പറഞ്ഞിട്ട്. ഖതൽതു സുബൈർ, ഈ നേരം ഞാൻ കൊന്നു പറഞ്ഞ് പിന്നെ സുബൈറിൻ്റെ വാളുമായിട്ട് ഇങ്ങനെ വരികയാണ് അദ്ദേഹം. ഇത് കേട്ടപ്പോൾ അലീബിൻ അബി താലിബ് പറയാണ്, ഇന്നഹാദ സൈഫ്, ഈ വാൾ, സുബൈറിൻ്റെ വാൾ, തോലമ ഫറജൽ ഖർബൻ റസൂല്ല, നബിൻ്റെ നേരെ വന്ന എത്രയോ അപകടങ്ങളെ തടുത്തു വെച്ച വാളാണിത്. സുമക്കാൽ, പിന്നെ അദ്ദേഹം പറയാം, ബഷിർ ഖാതിൽ ബിൻ സഫിയ, സഫിയയുടെ മകൻ ഈ സുബൈറിനെ കൊന്നവൻ, അവൻ നരകമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചോളൂ. അപ്പോൾ സ്വന്തം ടീമിൽപ്പെട്ട ആളെന്ന് വിചാരിക്കുന്ന ആളാണ് ഇബ്നു ജർമൂസ്. അവനെ പറയും, നിനക്ക് നരകമുണ്ട്. അത് പറയാം, അലീബിൻ അബി താലിബ്, നീ കൊന്നതാരെയാണ് നിനക്കറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. വലം യഅ്ദല്ലഹു ബിദുഖൂലി അലൈ, എന്നിട്ട് ഇനി എൻ്റെ മുമ്പിൽ നിന്നെ കണ്ടുപോകരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിലെ ഫിത്ന. ഇതേ രൂപത്തിൽ തന്നെയാണ് സിഫിനി. ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ കാലത്തൊന്നും സഹാബികൾക്കിടയിലൊന്നും ആ കാലത്ത് മുസ്ലിങ്ങൾ വിശ്വാസപരമായി വ്യതിചലനം സംഭവിച്ചിരുന്നില്ല. പിന്നെയാണ് കക്ഷികൾ വന്ന്, ഖവാരിജികൾ വന്ന്, മുഅ്തസില വന്ന്, പല ടീമും വന്നിട്ട് വ്യതിചലനങ്ങൾ ഈ ലോകത്ത് തുടങ്ങുന്നത് കേട്ടോ. ഇതൊക്കെ റസൂൽ തിരുമേനി മുമ്പ് പ്രവചിച്ച കുറേ വിഷയങ്ങളുള്ളതാണ്. ഞാൻ ഈ ചെറിയ ചില ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചുകൂടിയൊക്കെ പറയുന്നത്. പക്ഷേ ടൈം കുറേ ഒന്നും കിട്ടാൻ പറ്റില്ല. നിത്യം ക്ലാസ് ഉള്ളതാണ്. എന്നോട് പിന്നെ 1 മണിക്കൂറൊക്കെ ക്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയമായിട്ടുണ്ട്. ഞാനിവിടെ നിർത്തും. വലിയ ലക്ഷണങ്ങൾ പിന്നെ മസീഹ് ദജ്ജാൽ, അതുപോലെ പിന്നെ യജൂജ് മഅജൂജ്, മസീഹ് ദജ്ജാലിനെ വധിക്കുന്നത്, ഈസാ അലൈഹിസ്സലാം ആകാശത്ത് ഇറങ്ങി വരുന്നത്, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ വായിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈമാനെ വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. വിശദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാകും. കേട്ടതും വീണ്ടും വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹിച്ച നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയൊക്കെ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.